വന്നപ്പോൾ കണ്ടില്ലൊരാടിനെ അന്നു രാവിൽ മേച്ചൽ പുറം വിട്ടിട്ടാലയിൽ വന്നപ്പോൾ കണ്ടില്ലൊരാടിനെ അന്നു രാവിൽ നെഞ്ചു നുറുങ്ങി കരഞ്ഞു പാവം കണ്ണോ കലങ്ങി തിരഞ്ഞു നെഞ്ചു നുറുങ്ങി കരഞ്ഞു പാവം കണ്ണോ കലങ്ങി തിരഞ്ഞു ഇരുളിൽ മെഴുകു വിളക്കുമായി കുന്നിൻ പുറങ്ങളിൽ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനും ഒരുമിച്ച് കൂടാനും ദൈവം ഭാഗ്യം തന്നു. കർത്താവിൻ്റെ ദാസന്മാർ രണ്ട് ഭാഗത്തു നിന്നായിട്ട് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നു. ആൾക്കാരൊക്കെ ചുരുക്കമാണെന്ന് വിചാരിച്ചൊന്നും ആരും വിഷമിക്കണ്ട. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ചില സമയത്ത് ഒറ്റയ്ക്കൊക്കെ നിൽക്കേണ്ടി വരും. ദൈവത്തിൻ്റെ വേലയിൽ കർത്താവിൻ്റെ പിറകിലുള്ള യാത്രയിൽ നമ്മളെപ്പോഴും ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട, മോശ ദൈവത്തോടൊരു കാര്യം പറയുന്നുണ്ട്, നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണമേ. നമ്മുടെ കൂടെ ദൈവാസന്മാരുണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ കൂടെ സൗരന്മാരുണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ കൂടെ വലിയൊരു പ്രസ്ഥാനം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ കൂടെ യൂണിയൻ ഉണ്ടായിട്ട് കാര്യമില്ല, സംഘടന ഉണ്ടായിട്ട് കാര്യമില്ല, എന്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യമുള്ള ഒന്നേ ഉള്ളൂ, ദൈവമേ നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ വരണമേ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹൃദയത്തിനെ കീറി മുറിക്കുന്നൊരു ചോദ്യം എൻ്റെ മോനിങ്ങനെ മഞ്ജുവിനോട് ചോദിച്ചു. നല്ലൊരു ചോദ്യമായിരുന്നു അത്. ഞാൻ പലപ്പോഴും ഹൃദയത്തിൽ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഈ ഒരു ചെറിയ ലൊക്കാലിറ്റിയിലുള്ള ചെറിയൊരു പ്രദേശത്തുള്ള ഒത്തിരി ദൈവദാസന്മാർ തമ്മിൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഒത്തിരി ദൈവമക്കൾ തമ്മിൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ ഏത് സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്കാണ് മറ്റുള്ളവരെ ക്ഷണിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഹിന്ദുക്കളെല്ലാം ദൈവത്തെ അറിയാത്തവരാണ്, ദൈവസ്നേഹം അറിയാത്തവരാണ്, ദൈവഭാഗത്തേക്ക് വരാത്തവരാണ്, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. എന്തിനാണ് രക്ഷിക്കപ്പെട്ട? നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്, അവരിനി രക്ഷപ്പെടാനുള്ളവരാണെന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മളും പിണങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ, ദൈവദാസന്മാർക്ക് തമ്മിൽ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ദൈവമക്കൾക്ക് തമ്മിൽ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഏത് ലോകത്തേക്കാണ് നമ്മൾ അവരെ ക്ഷണിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഇതെൻ്റെ ഹൃദയത്തിനെ വല്ലാതെ ഭാരപ്പെടുത്തി. ശരിയല്ലേ? പലപ്പോഴും ഹിന്ദുക്കളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് വന്ന് ഞാനിതൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നുകൊണ്ടാണ് പല ദൈവദാസന്മാർക്കും നമ്മോടത്ര തൃപ്തിയില്ലാത്തത്. പിന്നെ ഷൈൻ ബ്രദറിനെ പോലുള്ള സഹോദരന്മാരാണ് നമ്മളെ വിട്ടളയാത്തത്. അതിനുള്ള കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടു വന്ന ഒരേ സാഹചര്യത്തിൽ നിന്നാണ്. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ഒരേ വെല്ലുവിളികളാണ്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലും ഒരേ ട്രാക്കിലൂടെയൊക്കെ പോകുന്നതുകൊണ്ടാണ് ചില ദൈവദാസന്മാർ തമ്മിൽ അങ്ങനെ ചേർന്ന് പോകുന്നത്. ദൈവം അങ്ങനെ പറയുന്നുണ്ട്, തമ്മിൽ ഒത്തിട്ടല്ലാതെ രണ്ടുപേർക്ക് അതെ ആ ഒരു ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന ഒരേ തൂവൽ പക്ഷികളെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല, തമ്മിലൊത്തിട്ടല്ലാതെ നടന്നു. അപ്പോൾ അതുകൊണ്ട് ഐശ്വര്യനും ഷൈൻ ബ്രദറും നമ്മളുമൊക്കെ ഉള്ളൊരു കൂട്ടായ്മ ഇങ്ങനെ പോകുന്നത്. അത് പോട്ടെ. ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് വരുന്നവർ പലപ്പോഴും അവരുടെ ഉള്ളുകൊണ്ട് ചിന്തിക്കുന്നൊരു കാര്യമാണ്, പടമേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തം കൊടുത്തിപ്പെടാം. എന്താ ഇങ്ങനെ സംഭവിക്കുന്ന സൗരങ്ങളെ? ഞാനങ്ങനെ ദൈവത്തോട് തന്നെ ഈ കാര്യം ചോദിച്ചു. പ്രാർത്ഥനയില്ലേ, ഞാൻ രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യം എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയ ഒരു കാര്യമാണ്, ദൈവം കൂട്ടങ്ങളെയല്ല നടത്തുന്നതും സ്നേഹിക്കുന്നതും, ദൈവം വ്യക്തികളെയാണ്. ഒരു വ്യക്തിയെ ദൈവം വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തോടു കൂടെ നടക്കാൻ.
ഒരു കൂട്ടത്തോടെ ഒപ്പമേ ഞാൻ പോകൂ എന്ന് വാശി പിടിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ കൂടെ നടക്കത്തില്ല. ചിന്തിച്ചോളണേ, ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാനോ ഷയം ബ്രദറോ ശശിയനോ ഇവിടെ ഇരിക്കുന്ന സൗരങ്ങളൊക്കെ തീരുമാനമെടുത്താൽ നമുക്ക് കർത്താവിൻ്റെ പുറകെ പോകാൻ പറ്റത്തില്ല. കാരണം കർത്താവ് വിളിക്കുമ്പോഴെല്ലാം ആദ്യം സംഭവിക്കുന്നത് നമ്മൾ ഒറ്റപ്പെടുകയാണ്, അല്ലേ? നമ്മൾ ഒറ്റപ്പെടുകയാണ്. ഇന്നിപ്പോൾ കർത്താവിൻ്റെ വഴി ചതറിച്ച് കളയാനായിട്ട് ഒത്തിരി സംഗതികളുണ്ട്. നമ്മൾ ടി വിയിലും യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പേര് വന്നിരുന്ന് ഞങ്ങളിന്ന് 1, 2 അല്ല 10, 40 ലക്ഷമാണ് ഞങ്ങൾ ചോദിക്കാൻ ആളുണ്ട്, പറയാൻ ആളുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലൊന്നും ആശ്രയിച്ച് പോകരുത്. ദൈവം ഒരാളിനെ വിളിക്കുന്നത് ദൈവത്തോടു കൂടെ ഒറ്റയ്ക്ക് നടക്കാനാണ്. അപ്പം പിന്നെ എന്തിനാ കൂട്ടായ്മ സഹോദരങ്ങളെ? അപ്പം പിന്നെ എന്തിനാണ് നമ്മൾ ഞായറാഴ്ച കൂടുന്നത്? നമ്മുടെ പള്ളിയിൽ പോയത് നമ്മളെല്ലാവരും പള്ളി അഭിമാനികളാവുകയാണ്. പള്ളി അഭിമാനികളാവുക. നമ്മൾ ഓരോരുത്തരും കാണുമ്പോൾ ഞാൻ ഇന്ന ചർച്ചിലെ ആളാണ്, ഞാൻ ഇന്ന ചർച്ചിലെ ആളാണ്, ഞാൻ പെന്തക്കോസുകാരനാണ്, ഞാൻ കത്തോലിക്കനാണ്, ഞാൻ ബ്രദറൻകാരനാണ്. പെന്തക്കോസിൽ തന്നെ ഞാൻ ഇന്ന ഇടത്തെ ചർച്ചിലാണ്. ഈ ചർച്ചിൻ്റെ ആൾക്കാരായി നമ്മൾ മാറുകയാണ്. അങ്ങനെയുള്ള അഭിമാനങ്ങളൊന്നും ഞങ്ങൾ വരരുത്. എന്തിനാ പിന്നെ ഞായറാഴ്ച നമ്മൾ കൂടുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തോടു കൂടെ നടക്കുന്ന ദൈവഭക്തന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയിരിക്കുകയും ചെയ്യുന്നിടത്ത് ദൈവം പറഞ്ഞു, എൻ്റെ നാമത്തിൽ. അത് ആരുടെ നാമത്തിലാണ്? അത് IPCയുടെയോ ഷാരോൻ്റെയോ പിന്നെ AGയുടെയോ കത്തോലിക്കൻ്റെയോ ബ്രദറിൻ്റെയോ TPMകാരൻ്റെയോ നാമത്തിൽ അല്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ കൂടെ, കർത്താവ് വിളിച്ച ഇടങ്ങളിൽ കർത്താവിനെ വിശ്വസ്തയോടെ ഫോളോ ചെയ്യുന്ന സഹോദരന്മാർ അവർ പാവങ്ങളായിരിക്കാം, വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കാം, യാതൊരു പ്രാഗൽഭ്യവും ഇല്ലാത്തവരായിരിക്കാം, ആർക്കും വേണ്ടാത്തവരായിരിക്കാം. കർത്താവ് അങ്ങനെയുള്ളവരൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. അവരിങ്ങനെ ദൈവഭക്തന്മാരായ ആൾക്കാർ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നടുവിൽ ഉണ്ട്. ഉണ്ടാകുമെന്നൊന്നുമല്ല, ചിലപ്പോൾ ഉണ്ടാകുമെന്നോ, ഉണ്ടാകാൻ നോക്കാം. നമുക്കിപ്പോൾ ജൂബിയോ ഇന്നലെ രാത്രിയിൽ ഷയം ബ്രദറിനെ വിളിച്ച് പറയണം, ഞാൻ നാളെ 10 മണിക്ക് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവും? ശരിയാവും? നാളെ നിങ്ങൾ മീറ്റിംഗ് തുടങ്ങുമ്പോഴത്തേക്ക് ഞാനവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്താ പറ്റാത്തത്? ബ്രദർ മനുഷ്യനാണ്. ബ്രദർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ആ വാക്ക് പറയുന്നത്. ദൈവം അനുവദിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് രാവിലെ ആ സമയത്ത് ഇവിടെ. ഇന്നലെ ബ്രദർ ചിന്തിച്ചെന്താ? രാവിലെ വഞ്ചിനാട് എക്സ്പ്രസ് തിരുവല്ലയിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഉണ്ടാവുമല്ലേ? ഉണ്ടായോ? ഇല്ല. മനുഷ്യൻ്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാൽ, 2 or 3 പേർ, അത് ആരായിരുന്നാലും, അതാരും ആയിക്കോട്ടെ, അത് കറുത്തവനോ വെളുത്തവനോ സായിപ്പോ നീഗ്രോയോ ഇന്ത്യക്കാരനോ ഫിലിപ്പീൻസാരനോ ആരോ ആയിക്കോട്ടെ, എൻ്റെ നാമത്തിലാണോ? കർത്താവിന് അത് മാത്രമേ അറിയാവൂ. അത് മാത്രമേ കർത്താവ് ചോദിക്കുന്നുള്ളൂ. നീ എൻ്റെ നാമത്തിലാണോ? സംഘടനയുടെ നാമത്തിലോ പ്രസ്ഥാനത്തിൻ്റെ നാമത്തിലോ ജാതിയുടെ നാമത്തിലോ മതത്തിൻ്റെ നാമത്തിലോ ഒക്കെ നമ്മൾ ചെയ്താൽ നമ്മൾ പുറത്താ സഹോദരങ്ങളെ. അങ്ങനെ നീ എൻ്റെ നാമത്തിലാണ് കൂടുന്നതെങ്കിൽ നിങ്ങളുടെ നടുവിൽ ആരുണ്ട്? ഞാൻ ഉണ്ട്. ഉണ്ടാകുമെന്നല്ല, ഒരു സാധ്യതയൊന്നുമല്ല പറഞ്ഞത്, ഉറപ്പാണ് പറയുന്നത്. അതുകൊണ്ട് അതാ ദൈവ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ കൂട്ടായ്മയും. അവിടെ എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്ക് വിഷയമല്ല സഹോദരങ്ങളെ. ആര് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വിഷയമല്ല സഹോദരങ്ങളെ. നാളെ ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ കൂടെ ആരൊക്കെ കാണുമെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് ഈ പിണക്കങ്ങളും വൈരാഗ്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ചിന്തിക്കുക, എനിക്കൊരു ആവശ്യം വന്നാൽ ആര് കാണും? ഷജൻ ബ്രദർ ഉണ്ടാവും. ഞാൻ നേരത്തെ കണക്കൂട്ടിയിരിക്കുമല്ലേ, കഷ്ടകാലത്തിന് അന്ന് ഷജൻ ബ്രദറിന് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. അപ്പം എന്തായി? പിണക്കായി. ഞാൻ പ്രതീക്ഷിച്ചണക്കൊന്നുമില്ല. ഈ മനുഷ്യൻ എവിടെയാണ് തെറ്റിയത്? നിന്നോടാരാ പറഞ്ഞ ഈ മനുഷ്യനെ കുറിച്ച് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നത്? അല്ലേ? നീ പ്രതീക്ഷിക്കേണ്ടത് എവിടുന്നാ? ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് ദൈവത്തിന് നടത്തിപ്പോൾ അങ്ങനെയാണ്. ഞാൻ 1-2 വാക്യങ്ങൾ കാണിച്ചിട്ടങ്ങ് ഇരിക്കും. നമ്മുടെ മധ്യത്തിൽ 2 ദൈവാസന്മാരുണ്ടല്ലോ.
ഉൽപ്പത്തി 5:24. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. ഹാനോക്ക് ആരോട് നടന്നു? ദൈവത്തിൻ്റെ കൂടെ. ദൈവം ഹാനോക്കിനെ എടുത്തതുകൊണ്ട് പിന്നെ ആരും ഹാനോക്കിനെ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? എടുക്കും. രണ്ട് കാര്യം നടക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ കൂടെ ഞാൻ നടക്കും. രണ്ടാമത് എന്ത് ചെയ്യും? ദൈവം എന്നെ എടുക്കും. പിന്നൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? മൂന്നാമത്, ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കും, ദൈവം എന്നെ എടുക്കും. മൂന്നാമത് എന്ത് സംഭവിക്കും? പിന്നെ ആരെങ്കിലും എന്നെ കാണാൻ? ആ ശശി എന്നെ ഇപ്പം ഇങ്ങോട്ടൊന്നും കാണാനില്ല. പണ്ട് എവിടെയൊക്കെ ഉണ്ടായിരുന്നു? പണ്ടുണ്ടായിരുന്ന ഇടങ്ങളിലൊന്നും ഇപ്പോൾ സർവ്വസ്വാമി ഇല്ല. കാര്യം എന്താ? ദൈവത്തിൻ്റെ കൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് പണ്ടുള്ളിടത്തൊന്നും കാണാൻ പറ്റില്ല. ഇല്ല. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ആളിനെ പണ്ട് ഇരുന്നിടത്തൊന്നും പിന്നെ കാണാൻ പറ്റത്തില്ല എന്ന് നമ്മളെയൊക്കെ ഇപ്പോഴും ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ദൈവത്തിനോട് നടക്കുന്നത്. പക്ഷേ പണ്ട് കണ്ടവരെല്ലാം അതേ കണക്ക് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. ഒരു വ്യത്യാസമില്ല. സത്യമല്ലേ? സത്യമല്ലേ സഹോദരങ്ങളെ? പണ്ട് നമ്മളെ എങ്ങനെയാണോ ആൾക്കാർ കണ്ടത് അതുപോലെ തന്നെയൊക്കെയാണ് ഇപ്പോഴും കാണുന്നത്. ഞാൻ പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ അഭിമാനത്തോടെ പറയുമല്ലോ, ഞാൻ പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. പണ്ട് നിന്നെ കണ്ട ഇടങ്ങളിലൊന്നും പിന്നെ നിന്നെ കാണത്തില്ല. പണ്ട് കണ്ട പോലെയൊന്നും നിന്നെ കാണത്തില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളെ എല്ലാവരും കാണണം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എല്ലാവരും എന്നെ ഒന്ന് കാണണം. അതല്ലേ ഫ്ലെക്സ് ബോർഡൊക്കെ കണ്ടിട്ടില്ലേ? സുവിശേഷ യോഗത്തിൻ്റെയൊക്കെ കണ്ടിട്ടില്ലേ? കർത്താവിൻ്റെ പടം അതിലെങ്ങനെ കാണുമോ? പിന്നെ ആരുടെ പടങ്ങളാണ് ഉള്ളത്? എന്നെ എല്ലാവരും ഒന്ന് കാണണം, എന്നെ 5 പേര് അറിയണം. പക്ഷെ നീ ദൈവത്തിൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ നീ തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ, ദൈവം നിന്നെ ഒരു സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വേണ്ടി എടുത്താൽ, ദൈവം വെറുതെ ആരും എടുക്കത്തില്ല കേട്ടോ. ദൈവം വിളിച്ചെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അങ്ങനെ ഒരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടി ദൈവം നിന്നെ എടുത്തെങ്കിൽ, അപ്പോയിൻ്റ് ചെയ്തെങ്കിൽ, ദൈവം അപ്പോയിൻ്റ് ചെയ്ത വ്യക്തിയെ പിന്നെ പഴയ സ്ഥലങ്ങളിലൊന്നും കാണാൻ പറ്റില്ല. എന്നെ നിങ്ങളെ പഴയ സ്ഥലങ്ങളിലേക്ക് കാണുന്നെങ്കിൽ നമ്മളെ ഇതുവരെ ദൈവം അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല. നമ്മൾ വെറും പ്രാർത്ഥനക്കാരാ. അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയിട്ടില്ല. നമ്മൾ ചില ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ, ഷൈൻ ബ്രദറാണോ എന്ത് മുമ്പ് അത് പറഞ്ഞ് എൻ്റെ മനസ്സിലിപ്പോൾ ഓർമ്മ വരിക, പഞ്ചായത്ത് ഓഫീസിൽ നമ്മുടെ സംഘത്തിലൊക്കെ ഉണ്ട്. പുറത്തിരുന്ന് അപേക്ഷ എഴുതും. അവൻ എന്തുണ്ട്? ഓഫീസിൻ്റെ പുറത്തിരുന്ന് വെള്ള പേപ്പറും പേനയും തടയും വെച്ച് അപേക്ഷ എഴുതുന്നുണ്ട്. അവൻ പുറത്തിരുന്നാണ് എഴുതുന്നത്. അവന് വൈകുന്നേരം ആകുമ്പോൾ എന്ത് കിട്ടും? ചക്രം കിട്ടും. പക്ഷെ അവൻ എന്തില്ല? അപ്പോയിൻമെൻ്റ് ഇല്ല. അവന് അവിടെ അംഗീകാരം ഇല്ല. നമ്മളും പലപ്പോഴും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളിതൊരു ദൈവം അപ്പോയിൻമെൻ്റ് തന്ന് എടുത്തിട്ടില്ല. എടുത്താൽ പിന്നെ നമ്മളെ പഴയ സ്ഥലങ്ങളിൽ, പഴയ രൂപത്തിൽ, പഴയ ഭാവത്തിൽ, പഴയ വേഷത്തിലൊന്നും കാണത്തില്ല. സൗകര്യം നമ്മളാകെപ്പണി മാറിപ്പോകും. നമ്മളെ പഴയ ഇടങ്ങളിലൊന്നും കാണാൻ പറ്റത്തില്ല. അടുത്തൊരു വാക്യം വായിക്കാം. മീക്ക 6:8. ഒറ്റയ്ക്കൊക്കെ കർത്താവിനോടുകൂടി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്യങ്ങൾ പറയുന്നത് കേട്ടോ. കാരണം എനിക്ക് ഈ നാളുകളിലുള്ള ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ അതാ. എൻ്റെയും ഈ ഇരിക്കുന്ന ബ്രദറിൻ്റെയും ശശിൻ്റെയൊക്കെ അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്. മീക്ക 6:8. മനുഷ്യന് നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാലു കരുണയായിരിക്കാനും
നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാനും അല്ലാതെ എന്താകുന്നു എന്താ ദൈവം നമ്മളെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത്? ചോദിക്കുന്നു. എന്താ ദൈവം നമ്മളെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത്? നമ്മളിവിടെ ഒരു വലിയ കൊട്ടാരം വെച്ച് വലിയൊരു കാറൊക്കെ എടുത്ത് വലിയൊരു പണക്കാരനായി ജീവിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ മുകളിൽ നമ്മൾ എന്തെഴുതിയിരിക്കും? ഗ്ലോറി എന്നുവെച്ചാൽ ദൈവത്തിന് മഹത്വം. നമ്മളൊക്കെ ദൈവത്തിന് മഹത്വം കാണുന്നത് എങ്ങനെയാണ്? നമ്മളെ ഒരു വലിയ സമ്പന്നനാക്കുക, നമ്മളെ ഒരു വലിയ ആളാക്കുക, നമ്മളൊരു ഭയങ്കര ലീഡറൊക്കെ ആക്കുക അല്ലേ? സതീശനൊക്കെ മുഖ്യമന്ത്രിയായപ്പോൾ ആൾക്കാരൊക്കെ എന്ത് സന്തോഷവാന്മാരാ. അദ്ദേഹം ദൈവവചനമൊക്കെ വായിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുവന്നത്. ദൈവത്തിന് മഹത്വം. ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റാവും, ദൈവത്തിന് മഹത്വം. അങ്ങനെയല്ല കർത്താവിന് മഹത്വം. ഇവിടെ പറയുന്നെങ്കിൽ മനുഷ്യ നല്ലതെന്താണെന്ന് ദൈവം നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ഒരു പണക്കാരനാകുന്നതിലല്ല, ആകുന്നെങ്കിൽ ആയിക്കോ, ഒരു കുഴപ്പവും ഇല്ല. ഇനി നമ്മുടെ സഭയിൽ പണക്കാരനാവുന്ന തെറ്റാണെന്ന് പറഞ്ഞതൊന്നും ആരും പറയരുത്. ആക്കുന്നെങ്കിൽ ആയിക്കോ, പക്ഷെ അതൊന്നും അല്ല ദൈവത്തിന് മഹത്വം, അതൊന്നും അല്ല നല്ല കാര്യം. നല്ലതെന്താണെന്ന് ദൈവം നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ഒരു വലിയ പേരുള്ള ആളാകുന്നതോ അധികാരമുള്ള ആളാകുന്നതോ വിദ്യാഭ്യാസമുള്ള ആളാകുന്നതോ സൗന്ദര്യമുള്ള ആളാകുന്നതോ ഒന്നുമല്ല. പിന്നെയോ നീതിയോടെ ജീവിക്കാൻ. എന്താ? നീതിയോടെ ജീവിക്കാനും വിശ്വസ്തതയെ പ്രിയപ്പെടാനും. അതിന് വായിച്ചാണ്. ഇതിനകത്ത് ചെറിയ ട്രാൻസ്ലേഷനിൽ വ്യത്യാസമുണ്ട്. അതൊന്ന് വായിച്ചേ. 8. മനുഷ്യ നല്ലത് എന്ത് എന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ. ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നാണ് അവിടെ പറയുന്നത് അല്ലേ? പക്ഷേ എൻ്റെ ഇരിക്കുന്ന ട്രാൻസ്ലേഷനിൽ കുറച്ചുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവത്തോടൊപ്പം എളിമയോടെ നടക്കാനും അല്ലാതെ ദൈവം മറ്റെന്താണ് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നിന്നിൽ നിന്ന് എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരൊറ്റ കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവത്തോടു കൂടെ നടക്കുക. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലേ ഉണ്ട്. വെയിലാറുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നടക്കാൻ വരും. ആരെ കൂടെ കൂട്ടും? ദൈവത്തിനോടുകൂടെ നടക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഈ സഭയിൽ? പ്രശ്നമാണ്. നമ്മളെ അന്ധകാര കല്യാണമുള്ളതായിരിക്കും കർത്താവ് നമ്മളെ നടക്കാൻ വിളിക്കുന്ന പോയി അല്ലേ? അല്ലേ പറഞ്ഞേ? നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തക്കാര കല്യാണത്തിൻ്റെ നിന്നായിരിക്കും കർത്താവ് നമുക്ക് നടക്കാമെന്ന് പറയാം. നമ്മളെന്ത് പറയും? കർത്താവ് ഇന്നത്തേക്ക് കർത്താവ് ഒത്തിരി ഒറ്റയ്ക്ക് അങ്ങ് ഞാൻ സമയമുള്ളപ്പോൾ അറിയിക്കാം. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ഒന്ന് ആ നടക്കേണ്ട സമയം ആരാ നിശ്ചയിക്കുന്നത്? ദൈവം. അന്നേരം എനിക്ക് ഒഴിവഴി ഒന്നും പറയാൻ പറ്റത്തില്ല. നടക്കേണ്ട റൂട്ട് ആരാ നിശ്ചയിക്കുന്നത്? കർത്താവേ മണനാക്ക് വഴി പോണ്ട, അമ്പിളി സൗകര്യം ശ്യാമളേച്ചിയും നമ്മളെ സർലാമിക തെനോളയിലാണ്. നമുക്ക് തെനോളപ്പുറം വഴി അടക്കാന്ന് പറഞ്ഞാൽ കർത്താവ് എന്ത് പറയും? റൂട്ട് ആരാ നിശ്ചയിക്കുന്നത്? ദൈവമാണ് നിശ്ചയിക്കുന്നത്. ദൈവം നിശ്ചയിക്കുന്ന റൂട്ടിൽ നടക്കാൻ നീ തയ്യാറാണോ? എന്നിട്ട് ഏറ്റവും വലിയ ക്വാളിറ്റി, ദൈവത്തോടെ നടക്കണമെങ്കിൽ ഒരു ക്വാളിറ്റി വേണം. എന്താ ക്വാളിറ്റി? ബൈബിൾ കോളേജിൽ പോയി MTH CTH ഡോക്ടറേറ്റും എടുത്തവർ എൻ്റെ കൂടെ നടക്കാമെന്നാണോ കർത്താവ് പറയുന്നത്? ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തോടൊപ്പം എളിമയോടെ നടക്കാൻ. ദൈവത്തോട് നടക്കണമെങ്കിൽ എന്ത് വേണം? താഴ്മ വേണം. ദൈവത്തോട് നടക്കണമെങ്കിൽ താഴ്മ വേണം. ഞാനിവിടെ നിർത്തിയാണ്. ഞാൻ ഈ തുടക്കത്തിൽ എൻ്റെ മോൻ ചോദിച്ച ചോദ്യം, ഇന്നത്തെ ആത്മീയ കോളത്തിലെ കാഴ്ചകളും എന്തുകൊണ്ടാണ് നമ്മളൊക്കെ പിണങ്ങുന്നത്? ഇന്നിവിടെ പ്രാർത്ഥിക്കുമ്പോഴും മോളി ചേച്ചിയൊക്കെ പ്രാർത്ഥനാ വാചകങ്ങളിൽ പറഞ്ഞത് നമ്മുടെ സഭ ഒരു വിഷയമാണ്. സഭയിൽ പിണക്കം വരരുത്. എന്തുകൊണ്ടാണ് ഈ പിണക്കം വരുന്നത്? പിണക്കം വരാനുള്ള കാര്യം എന്താ? പിണക്കം വരാനുള്ള കാരണം? സഹോദരൻ്റെ പിണക്കം വരാനുള്ള കാരണം ഈഗോയാ. ഈഗോ എന്ന് പറഞ്ഞാൽ എൻ്റെ അഹങ്കാരം. ഞാനിപ്പോൾ അങ്ങോട്ട് വന്ന് പറയണം, മാമി ആ കസേര ചാരിയിരിക്കണം. ഞാൻ വന്നതാണ്, മാമി ഇറങ്ങി ഈ കസേരയിൽ ഞാൻ അതിലിരിക്കാന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? അതുകൊണ്ട് അത്രയും ആത്മീയമായിട്ട് നമ്മൾ വളർന്നിട്ടുണ്ടെന്നുള്ള നമ്മുടെ ഈഗോ മുറിവേൽക്കും. എന്നോടിറങ്ങി താഴെ ഇരിക്കാൻ പറഞ്ഞാൽ ഈഗോ മുറിവ്. ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ വലിയ ആൾക്കാരാണ്. വലിയ ആൾക്കാരായി വലിയ ആൾക്കാരുടെ ഇടയിലായി പിണക്കം വരുന്നത് അല്ലേ? ചെറിയ ആളാണെങ്കിൽ വല്ല പിണക്കം വരും. കഴിഞ്ഞ ദിവസം ആശുപത്രി വന്നപ്പോൾ ശശിയുടെ പറയും ദൈവാസന്മാരെന്ന് പറഞ്ഞാൽ ചവറ്റ്
പായ പോലെയാണ്, ആരൊക്കെ ചവിട്ടി തേക്കാം. നമ്മളെയൊക്കെ ആരെങ്കിലും ചവിട്ടി തേക്കാൻ പറ്റുമോ? പറ്റും. ആരെങ്കിലും ഒരു വാക്ക് നമ്മളെ ഹർട്ട് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ മിണ്ടായിരിക്കും? മറുപടി അപ്പം പറഞ്ഞിട്ടേ മാറത്തുള്ളൂ. നമ്മുടെ ആ വലിപ്പമാണ് ദൈവമക്കളെന്നൊക്കെ നമ്മൾ പറഞ്ഞത് നമുക്ക് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെങ്ങും കുനിയാൻ ഞാനെങ്ങും നടത്തും. ഈ മനോഭാവം മാറ്റിയാലേ കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നുകൂടെ വന്ന് ക്ലോസ് ചെയ്യണേ. എൻ്റെ മോൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുക പറഞ്ഞതാണ്, ദൈവം ഒരു കൂട്ടത്തോടൊപ്പം നടക്കാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവം നിന്നോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുക. ദൈവം സല്ലാമിയോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നു. എവിടെ? ദൈവം നിശ്ചയിക്കുന്ന വഴിയിൽ ദൈവത്തോടൊപ്പം മാമി അടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ മോളി ചേച്ചി അടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഉഷേച്ചി അടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നടക്കുന്ന ദൈവമക്കൾ ഒരുമിച്ചിരിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. അങ്ങനെ നടക്കാത്തവർ, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർ, ദൈവമായിട്ട് നടക്കാത്തവർ, ദൈവമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തവർ, ആരാധന കഴിഞ്ഞു പോയാൽ പിന്നെ പ്രാർത്ഥനയില്ല, വായനയില്ല, ഒന്നുമില്ല, ഒരാഴ്ചത്തേക്ക് ഒന്നുമില്ല. അങ്ങനെയുള്ളവർ ഇവിടെ വരും ഞായറാഴ്ച. ഈ ഒരാഴ്ച ദൈവത്തോടുകൂടെ അല്ല നടന്ന ആരോടെയാണ് നടന്ന? എല്ലാം നടക്കാൻ പാടില്ലാത്ത ആൾക്കാരുടെ നമ്മൾ നടന്നിട്ട് ഞായറാഴ്ച ഇതെല്ലാം കൂടെ കൊണ്ട് എവിടെ വരും? സഭയെ വരും. അപ്പോഴാണ് എന്തുണ്ടാകുന്നത്? പിണക്കങ്ങളും വിദ്വേഷങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് ദൈവത്തോടുകൂടെ നടക്കാൻ തീരുമാനിക്കാം. ഞാൻ പറഞ്ഞ ഒത്തിരി നീണ്ടുപോയി, എന്നാലും ഇന്ന് പറയേണ്ട ഒരു കാര്യമാണെന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞതാണ്. ഇനിയുള്ള സമയം നമുക്ക് കുറച്ച് സമയം ശശീരനും അതിനുശേഷം ദൈവാസനും വയനം സംസാരിക്കും. ഒരു 10-20 മിനിറ്റ് 10-15 മിനിറ്റ് ശശീരനും അതിനുശേഷം ഉള്ള സമയം ഇനി 1 മണിക്കൂറുണ്ട് മീറ്റിങ്ങിന് തീരാനായിട്ട്. അത്രയും സമയം നമ്മളെ കർത്താവ് സ്നേഹിച്ച ഏറ്റവും വിധവുമായ കുഞ്ഞുങ്ങളെയാണ്. അതിന് കാരണം കുഞ്ഞുങ്ങളെ ആരും ശ്രദ്ധിക്കാറില്ല, വിധവുമായി ആരും ശ്രദ്ധിക്കാറില്ല. ഇതാണ് സത്യം. എന്നാൽ ലോകം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എവിടെയാണ് സ്നേഹിച്ചത്? കുഞ്ഞുങ്ങളെ പിടിച്ചു മാറോട് ചേർത്ത് വിധവന്മാരെ പിടിച്ചടച്ചു, അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. അപ്പോൾ പാപം ാണ് എല്ലാത്തിനും ആധാരം. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്, ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് പാവം. എന്താണ് പാവം? ഈ നാളുകളിൽ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പാപം എന്താണ്. പാപം എന്ന് പറയുന്നത് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ലംഘിക്കുക, ചെയ്യാൻ പറയുന്ന കാര്യം ചെയ്യാതെ, ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യുമ്പോഴാണ് പാപം. അപ്പോൾ ഈ പാപം വെച്ചുകൊണ്ട് നിത്യതയിൽ പോകാൻ ആർക്കും കഴിയില്ല. യേശു തന്നെ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ച ആ വചനത്തെ അനുസരിക്കാത്ത ആർക്കും നിത്യതയിൽ പോകാൻ കഴിയില്ല. പ്രാർത്ഥനയിൽ വന്നിട്ടോ ദശാംശം കൊടുത്തിട്ടോ പാസ്റ്റർ വെച്ച് വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടോ ഒരു അർത്ഥവുമില്ല. കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് മാറ്റമില്ല. അത് എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം. അതിൽ പ്രസംഗിക്കുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ ഞാൻ വരും കള്ളനും കൊള്ളുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ പരിശോധന ചെയ്ത് ഞാൻ ക്രിസ്തുവിൻ്റെ മാതൃകയും അനുരൂപമായതിനു ശേഷം മാത്രമേ നിങ്ങളെ ഇത് പ്രബോധിപ്പിക്കാവൂ. ഇന്ന് പലരും അങ്ങോട്ട് പ്രസംഗിക്കാൻ വേണ്ടി അതിന് ജനിച്ച് നടക്കുകയാണ്, തിരിക്കുകയായിരുന്നു. പക്ഷെ അതല്ല, അത് ദൈവത്തിന് പ്രസാദമില്ല, ആ വചനത്തിന് ശക്തിയുമില്ല. ഞാൻ അത് അനുസരിച്ചിരിക്കണം. പ്രസംഗിക്കുന്ന ആദ്യം ദൈവത്തെ ഭയപ്പെടണം. പ്രസംഗിക്കുന്നവരാണ് ആദ്യം ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടത്. അത് കണ്ടാൽ കൂടെ കാണിക്കുക. അപ്പോൾ അവനെ അനുഗ്രഹമില്ല എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ യാത്ര വൃതാവായിത്തീരും. പള്ളിയിൽ പോയിട്ടോ ഇതിനൊന്നും കാര്യമില്ല. അപ്പോൾ സ്നേഹമാണ് ആദ്യം നഷ്ടപ്പെട്ടത്. ലംഘനം സംഭവിച്ചു. അവിടെ അവനെ സഹോദരനെ കൊന്നു. സഹോദരനെ കൊന്നു. കാബേലിനെ സഹോദരൻ. എന്തുകൊണ്ടാണ്? അവന് സ്നേഹിക്കാൻ കഴിയില്ല. ഇവിടെ യേശു എന്താണ് 10 കൽപ്പനകൾ ഒന്നായി തീർത്തുകൊണ്ട് പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമെങ്കിൽ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. അപ്പോൾ ഈ സ്നേഹമില്ലെങ്കിൽ, സ്നേഹമാണ് സർവ്വ ആധാരമാക്കി നിർത്തുക. അപ്പോൾ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. സ്നേഹിക്കാൻ തമ്മിൽ കഴിഞ്ഞില്ലെങ്കിൽ, പൊറുക്കാൻ തമ്മിൽ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നുമല്ല, വെറും ജഡമാണ്. പ്രാർത്ഥന കേട്ടിട്ടാ, പ്രസംഗം കേട്ടിട്ടാ, പ്രസംഗിക്കുന്നവരും ഞാൻ ഉൾപ്പെടെ പറയാം, പ്രസംഗിക്കുന്നതും കർത്താവ് മാത്രമേ. ആമേൻ. സ്തോത്രം കർത്താവേ. അപ്പോൾ അനുസരിക്കുന്നിടത്താണ് അനുഗ്രഹം. മറുപടിക്കുന്നപ്പോൾ വാളാണ്. അതാണ് ഇസ്രായേൽ മക്കളെ ദൈവം
വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇരുമ്പുരയെന്ന് വർണ്ണിക്കാനുള്ള സമയമില്ല. ഇരുമ്പുരയുടെ അർത്ഥം അപ്പോൾ ഇരുമ്പുരയിൽ നിന്നാണ് ഇറങ്ങിക്കൊണ്ടുവന്നത്. പക്ഷേ അവർ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അവർ എവിടെ കിടന്നുവെന്നും അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അല്പം ബുദ്ധിമുട്ടുകൾ വന്നു. ആഹാരത്തിന് മുട്ടി, അല്പം വെള്ളത്തിന് മുട്ടി, ഇതൊക്കെ വന്നപ്പോൾ അവർ പുറകുറുക്കുക മാത്രമല്ല മത്സരിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവർ മത്സരിച്ചു ദൈവത്തോട്, അവർ മറുതലിച്ചു. ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ അവർക്ക് മനസ്സിലായിരുന്നു. അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ദുഷ്ടഹൃദയം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളിൽ ആത്മാവ് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ അനേക വചനങ്ങൾ കേൾക്കുകയാണ്. എന്നും കേട്ടിട്ട് അർത്ഥമില്ല. നമുക്കൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല, നമ്മൾ വെറും ജഡമാണ്. ഞാൻ എന്നെയാണ് പ്രസംഗിക്കുന്നത്, നിങ്ങളെയല്ല. എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ അത് സ്വീകരിക്കാം. ഞാൻ എന്നെയാണ് പ്രസംഗിക്കുന്നത്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ അവിടെ പ്രസംഗിക്കുന്നത് ഇതാണ്, എൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അവരെ ഗുണം പിടിച്ച് നിത്യതയിലെത്തുവാൻ. ഇസ്രായേൽ മക്കളെ വിളിച്ചുകൊണ്ട് വന്നു പറഞ്ഞ വാക്കിതാണ്, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാം അല്ലേ, അവിടെയാണ് കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുപോയി അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വിളിച്ചത്. പക്ഷേ വഴിയിൽ വെച്ച് അല്പം വേദന വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇപ്പോൾ വേദന, കടപ്പാടും, രോഗം, പ്രശ്നങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, നിന്ദകൾ, പരിഹാസം ഇതൊക്കെ വരുമ്പോൾ നമ്മളും വിടും. പക്ഷേ തള്ളിപ്പറയാനും ഈ മറുതടിക്കുന്ന അതായത് ദുഷ്ടഹൃദയം നമ്മളുടെ ആരിലും ഉണ്ടാകുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാൽ 8-തൊട്ട് എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം ഇത് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ട് എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് അത് തലമുറയോട് നീരസം ഉണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. വിജനഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പൂർവികർ എന്നെ പരീക്ഷിച്ച ദിവസം അവരെന്നെ കോപിപ്പിച്ച സമയത്ത് ചെയ്തതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ 40 വർഷം ഞാൻ ചെയ്തതെല്ലാം കണ്ടിട്ടും അവരെന്നെ പരീക്ഷിച്ചു. അതുകൊണ്ടാണ് ആ തലമുറയെ അങ്ങേയറ്റം വെറുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, എപ്പോഴും വഴിതെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ. അവരെൻ്റെ വഴികൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് അവരെൻ്റെ സ്വസ്ഥതയിൽ കടക്കില്ല എന്ന് ഞാൻ കോപത്തോടെ സത്യം ചെയ്തു. കേട്ടാ, നമ്മൾ ശ്രദ്ധിച്ച് കേട്ടെ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആധാരം സ്നേഹമാണ്. സ്നേഹം നഷ്ടപ്പെട്ടാൽ ഈ സ്വസ്ഥതയിൽ ആർക്കും കിടക്കാൻ പറ്റില്ല, നിങ്ങൾക്കും എനിക്കും. സ്നേഹമാണ് 10 കൽപ്പനയിൽ ഒറ്റ ഇതായിട്ട് നിർത്തിയിരിക്കുന്നത്, ഒരു വാക്കിൽ നിർത്തിയിരിക്കുന്നത്. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. സ്നേഹമില്ലെങ്കിൽ വെറും ചിലമ്പാണ്. കൊഞ്ചില്ലായിരുന്നു 13 ആദ്യത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. പ്രസംഗിച്ചിട്ട് കാര്യമില്ല, കേട്ടിട്ടും കാര്യമില്ല, പള്ളിയിൽ പോയിട്ടും കാര്യമില്ല, കൊടുത്തിട്ടും കാര്യമില്ല, തിന്നിട്ടും കുടിച്ചിട്ടും കാര്യമില്ല, കൂട്ടാൻ പോയിട്ടും കാര്യമില്ല. സകലതും ഒന്നിലൊതുക്കിയിരിക്കുന്ന സ്നേഹം തമ്മിൽ സ്നേഹിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. അതാണ് യേശു പറഞ്ഞത്, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവരല്ല, അവർക്കാർക്കും നിത്യതയിൽ പോകാൻ പറ്റില്ല. ഇന്ന് പൈസ വാങ്ങിച്ചും എന്ത് തെറ്റും കാണിച്ചും ജനം പോകുന്ന ജനത്തിൻ്റെ പൈസ തിന്ന് കുടിച്ച് മറിച്ച് കുളച്ച് ദാസന്മാരടക്കി കൊഴുത്ത് ജനത്തെ നേർവഴിയിൽ പറഞ്ഞു കൊടുക്കേ, അവരെ അമർച്ച ചെയ്യേ, ശാസിക്കേ. ഇവിടെ വേദോസം പഠിപ്പിക്കുന്നു. ഒരു വലിയൊരു പുരോഹിതൻ്റെ മക്കൾ അവിടെ എഴുതിയിരിക്കുന്നു, പാലൻ അവൻ ശാസിക്കയല്ല അമർച്ച ചെയ്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം കുറ്റം പറഞ്ഞിരിക്കുന്നത് വലിയൊരു പുരോഹിതൻ്റെ ലേലി പുരോഹിതൻ്റെ മക്കളോട് പറഞ്ഞാണ്, അവൻ അമർച്ച ചെയ്യുക മാത്രമല്ല ശാസിച്ച അമർച്ച ചെയ്യണം. അമർച്ച എന്ന് വെച്ചാൽ മനസ്സിലാകുന്നതാണ്. എന്താണ് അമർച്ച ചെയ്യുക? ശാസിക്കരുത്. അവൻ അമർച്ച ചെയ്യാത്തതുകൊണ്ടാണ് സന്തതി നഷ്ടപ്പെട്ടുപോയി, പുരോഹിതനും കുടുംബവും നഷ്ടപ്പെടാൻ ഇടയായിത്തീർന്നു. അവിടെ ദൈവത്തിന് പുരോഹിതൻ ആയിരുന്നില്ല. അവൻ അന്യായം കണ്ട അവൻ ശിക്ഷിക്കും. കുറ്റം കാണിച്ച ഒരുത്തനെയും ദൈവം വെറുതെ വിടില്ല, ഞാൻ ശിക്ഷിക്കുമെന്നാണ് പറയുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ എങ്ങനെ ദുഃഖിപ്പിക്കും? നമ്മൾ തമ്മിൽ സ്നേഹിച്ചില്ലെങ്കിൽ. സ്നേഹമാണ് എല്ലാത്തിനും ഒതുക്കിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ പിതാക്കന്മാർക്ക് ദൈവം പറഞ്ഞ വാഗ്ദത്തം ലഭിച്ചില്ല. അവരെല്ലാവരും വഴിയിൽ വെച്ച് ദൈവം കൊന്നുകളഞ്ഞു അവരെഴുതിക്കുന്നത്. പിന്നെ അവരുടെ തലമുറകൾ ദൈവം കൊണ്ടുപോയി.
പിതാക്കന്മാരെല്ലാം മരിച്ചു വീണു. അത് 2 പേർ മാത്രമാണ് വാഗ്ദത്ത സ്ഥലത്തെത്തിയത്. എന്നാൽ നോക്കണേ, എബ്രായർക്ക് എഴുതിയ ലേഖനം ആ 4-ാം അധ്യായം 1-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:1 വായിച്ചു. സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ടും കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ലോക സ്ഥാപനത്തിങ്കൽ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാമെന്ന വാഗ്ദാനം നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ ആരും അയോഗ്യരായി തീരാതിരിക്കാൻ ശ്രദ്ധിക്കാം. അവരെ അറിയിച്ചതുപോലെ തന്നെ നമ്മളെയും സന്തോഷവാർത്ത അറിയിച്ചു. പക്ഷേ അവർ കേട്ട കാര്യങ്ങൾ അവർക്ക് പ്രയോജനപ്പെടാതെ പോയി. കാരണം അതനുസരിച്ചവർക്കുണ്ടായിരുന്ന അതേ വിശ്വാസം അവർക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ടോ കുളിച്ചിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. നമുക്ക് വെച്ചിരിക്കുന്നത് ആ ലേഖനത്തിൽ 4-ാം അധ്യായം 1 നമുക്ക് സൊസൈറ്റി പ്രവേശിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുന്ന കാര്യം തന്നെ. തമ്മിൽ സ്നേഹിച്ചാൽ മാത്രം മതി. കുറേ ചവിട്ടി പിടിക്കുന്ന പ്രസംഗമൊന്നും കേൾക്കണ്ട. നമ്മളൊന്നും പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഒന്നും ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ: ക്ഷമിച്ചുകൊണ്ട്, പുറത്തുകൊണ്ട്, സഹിച്ചുകൊണ്ട്, വഹിച്ചുകൊണ്ട്, മറ്റേ നമ്മളെ സ്വന്തം മാംസരക്തം പോലെ സ്നേഹിച്ചാൽ മാത്രം മതി. സകലതും പിന്നെ ഈ ഞാൻ വിളിക്കുന്ന 1/2 മണിക്കൂർ 3 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഒരു അർത്ഥവുമില്ല. സമയത്ത് സ്നേഹിച്ചാൽ ഇതെല്ലാം അതിൽ തീർന്നു. അനുഗ്രഹം നമ്മുടെ മേൽ വരും. അല്ലാതെ ഒരു ഈ കാണിക്കുന്ന ഒക്കെ വെറുതെയാണ്. സ്നേഹം ആണ് യേശു. അവൻ കാണിച്ച സ്നേഹം, അവന്റെ പാത പിന്തുടരാണ് നമ്മളെ. നോക്കണേ, യേശു കർത്താവിൻ്റെ സ്നേഹത്തെ ഒരു വാക്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. കർത്താവിനെ ക്രൂശിക്കാൻ വന്ന ആ ശേഖരവരെ ചെയ്ത സ്നേഹം കണ്ടോ? അവൻ നമ്മളെപ്പോൾ ഒരു ആൾ ഉപദ്രവിക്കാൻ വരികയാണ് വാളും കൊണ്ട്. ആ വാളും കൊണ്ട് വന്ന വ്യക്തിയെ നമ്മൾ എന്തായിരിക്കും നമ്മുടെ മുഖഭാവം, ഹൃദയത്തിലെ വിചാരം? നോക്കണം, യേശു കർത്താവ് ചെയ്തിട്ട ശിഷ്യൻ കാതെടുത്തിട്ടപ്പോൾ സ്നേഹത്തോടെ ആ കാലെടുത്ത് ഒട്ടിച്ചു വെച്ചു കൊടുത്ത്. ഈ ഹൃദയം, ഈ സ്നേഹം നമ്മളിൽ ഉരുവായി വരണം. അതാണ് യേശു പറഞ്ഞ് അവനെ പോലെ അനുരൂപമാകണം. അനുരൂപമാകാത്ത ഒരാൾക്കും യേശുവിൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല. പ്രിയമുള്ളവർ പറഞ്ഞതുപോലെ നമ്മൾ കുറേ പ്രശ്നിച്ചിട്ട് കാര്യമില്ല. ദൈവത്തോട് കൂടെ നടക്കാൻ ഒരുപാട് ദിവസം പഠിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ കൂടെ മനുഷ്യർ വസിക്കുന്നത് കൂടാരത്തിൽ. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ അവസ്ഥ. ലൂക്കോസിൻ്റെ സുവിശേഷം 1:50 വാക്യം വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1:50. നമ്മൾ അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കും. അപ്പോൾ ഭയപ്പെടുന്ന എങ്ങനെയാണ് മനസ്സിലായി? വേറെ ഒന്നുമല്ല, സ്നേഹിച്ചാൽ മാത്രം മതി. സ്നേഹം സകലതും സമ്പൂർണ്ണമാണ്. ആ സ്നേഹമാണ് നമ്മളുടെ ഉരുവായി വരേണ്ടത്, വെളിപ്പെടുത്തി. അതില്ലെങ്കിൽ ഒന്നുമില്ല. കൊരിന്ത്യർ ലേഖനത്തിൽ കുറേ ലിസ്റ്റുകളൊക്കെ ഉണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ കർത്താവ് അപ്പം അത്താഴത്തിന് പറഞ്ഞതാണ്, നിങ്ങൾ ശോധന ചെയ്ത് കഴിക്കണമെന്ന് പറഞ്ഞ കാര്യം മനസ്സിലായി. എന്തിനാണ് ശോധന ചെയ്യണമെന്ന് പറഞ്ഞത്? ശരീരപിണക്കവും കഴിക്കും, വിദ്വേഷം വെച്ചുകൊണ്ട് ഇത് കഴിക്കും, ശപിക്കപ്പെടും. അത് വരാണ്ടിരിക്കാൻ. അതാണ് നമ്മൾ 3-ാം എബ്രായർക്ക് ലേഖനം 3:8 ഇന്നവന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ നിന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തരുത്. പിതാക്കന്മാർ ഇതെല്ലാം കേട്ടവരാണ്. ന്യായപ്രമാണം മൊത്തം കേട്ട് അരച്ച് കലക്കി കുടിച്ചവരാണ്. പക്ഷെ അവരെ ഹൃദയം സാത്താൻ വഞ്ചിച്ചു. ആദ്യം പിന്നെ അതിൻ്റെ പിന്നിൽ സത്യം സാത്താൻ്റെ തന്ത്രങ്ങളെ പറ്റി നാം ആദ്യം തിരിച്ചറിയണം. അറിയാതിരുന്നാൽ നമുക്ക് പക വരും, കയ്പ് വരും, ക്ഷമിക്കാൻ കഴിയില്ല, പൊറുക്കാൻ കഴിയില്ല. ആദ്യം അവനാരാണെന്ന് പഠിക്കണം. അവനെയാണ് ആദ്യം പഠിക്കേണ്ടത്. അവൻ്റെ തന്ത്രങ്ങൾ. അതേ പൗലോസ് പറഞ്ഞേ, സാത്താൻ ഉപായത്താൽ ചതിച്ചതുപോലെ ഞാൻ വല്ലാതെ ഭയപ്പെടുന്ന സഭയെ, വ്യക്തികളെ, കുടുംബങ്ങളെ ക്രിസ്തുവിന് വേണ്ടി ജീവനെ ത്യജിച്ചുകൊണ്ട് അനേകരെ നേടിയ പൗലോസ് ബാക്കി 11 യേശുവിന് ശേഷം ഏറ്റവും കൂടുതൽ സാത്താൻ തന്ത്രങ്ങളെ പറ്റി കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ഏക വ്യക്തിയാണ് പൗലോസ്. അതുകൊണ്ടാണ് പുതിയ നിയമസഭയ്ക്ക് നമുക്കിത് പറഞ്ഞത്. അവൻ്റെ തന്ത്രങ്ങൾ, അവൻ ചതിയനാണ്, വഞ്ചകനാണ് എന്ന് വെച്ചാൽ നമ്മളെ ഈ കൂട്ടായ്മയിൽ
എന്ത് ചെയ്യണമെന്നറിയാം? ഭിന്നിപ്പുണ്ടാക്കുക, അവൻ ജയിക്കുക. മനസ്സിലായേ? നമ്മളെ തമ്മിൽ ഭിന്നിപ്പിച്ചാൽ അവൻ ജയിച്ചു. നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം, വളരെ ജാഗ്രതയോടെ ഇരിക്കണം. ഈ കേട്ടതായ വചനം ഒന്നും ഒഴുകിപ്പോകരുത്, ദൈവത്തിൻ്റെ പലകയിൽ തന്നെ ഇരിക്കണം. ഈ വചനങ്ങൾ ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രബോധനം ഇവിടെ അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളിൽ ക്ലേശിതർ പീഡിതരിൽ നിൻമുഖം ദർശിക്കുവാൻ വെളിച്ചം തരേണമേ. എൻ സഹോദരങ്ങളിൽ ക്ലേശിതർ പീഡിതരിൽ നിൻമുഖം ദർശിക്കുവാൻ വെളിച്ചം തരേണമേ. എന്നധികാരികളിൽ എൻ വേല ജോലികളിൽ നിന്മനം ദർശിക്കുവാൻ വെളിച്ചം തരേണമേ. എന്നധികാരികളിൽ എൻ വേല ജോലികളിൽ നിന്മനം ദർശിക്കുവാൻ വെളിച്ചം തരേണമേ. അന്യരിൽ നന്മ കാണാൻ കണ്ടു സന്തോഷിക്കുവാൻ എന്നക കമ്പീനങ്ങേ വെളിച്ചം തരേണമേ. വാഴ്ത്തപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. വളരെ ഗൗരവമായി തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിർത്തി സൂക്ഷിക്കേണ്ട വചനവേദഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. നമുക്ക് സ്നേഹമില്ല എങ്കിൽ വെറും ചിലമ്പുന്ന കൈത്താളങ്ങൾ മാത്രമായി പര്യവസാനിക്കും. എന്നാ അന്നദാനം ചെയ്താലും ശരി, എന്നാ വലിയ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്താലും ശരി, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള സന്ദേശമാണ് നമ്മൾ കേട്ടത്. അതോടൊപ്പം തന്നെ കർത്താവദാസൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയിലെ ആളുകൾ, ഇങ്ങനെ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് ഒരു വിശകലനം നടത്തി. അത് സംസാരിച്ചപ്പോൾ എൻ്റെ വിഷയം അതല്ലെങ്കിലും പെട്ടെന്ന് ഹൃദയത്തിലേക്ക് വന്ന ചില ചിന്തകൾ, നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കേണ്ടതിനായിട്ടാണ് തീരുമാനമെടുത്ത് വന്നത്, അല്ലേ? കർത്താവിൻ്റെ പേരെന്തോന്നു പറയും? ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള പേര്. അപ്പോൾ ദൈവം നമ്മോടുകൂടെ വസിക്കേണ്ടതിനായിട്ട് ഇറങ്ങി വരുമ്പോൾ ആ ദൈവത്തെ പരിചയപ്പെട്ടപ്പോൾ നമ്മളൊരു തീരുമാനമെടുത്തു, നമ്മളും ഇനി മുതൽ ആരുടെ കൂടെ? ദൈവത്തിൻ്റെ കൂടെ. ആ ഒരു ബന്ധത്തിൽ കർത്താവിൻ്റെ കൂടെ നടക്കുക. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ തിരുവഴുത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് സ്നേഹമെന്ന് പറയുന്നത്. ആരെയൊക്കെ സ്നേഹിക്കണം? കർത്താവ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആരെയൊക്കെ സ്നേഹിക്കണം? കർത്താവിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കണം. കർത്താവിൻ്റെ നാമം വിളിക്കപ്പെട്ടവരെ മാത്രം സ്നേഹിച്ചാൽ മതിയോ? പിന്നെ ആരെയൊക്കെ സ്നേഹിക്കണം? ശത്രുക്കളെ സ്നേഹിക്കണം. ശത്രുക്കളെ വരെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ സ്നേഹത്തിൻ്റെ പട്ടികയിൽ നാട്ടിലുള്ള പെന്തക്കോസ്ത് സമൂഹങ്ങൾ മാത്രമല്ല, സ്നേഹത്തിൻ്റെ പട്ടികയിൽ നാട്ടിലുള്ള ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവർ മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർ മാത്രമല്ല, ഇസ്ലാം സമൂഹത്തിൽപ്പെട്ടവർ മാത്രമല്ല, നമുക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശത്രുക്കളായിരിക്കുന്നവരും ഉണ്ടാകണം എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഓക്കെ, പക്ഷെ ക്രിസ്ത്യാനികളോട് കാണിക്കുന്ന അത്രയും സ്നേഹം നമ്മൾ മറ്റുള്ളവരോട് കാണിക്കേണ്ടതായിട്ടുണ്ടോ? ഉണ്ട്. ഇനി അവരോട് കാണിക്കുന്ന അത്രയും സ്നേഹം നമ്മുടെ സ്നേഹം ഇച്ചിരി കൊടുത്താൽ പോരെ? അപ്പോൾ സ്നേഹത്തിന് നമ്മൾ ക്ലാസിഫിക്കേഷൻ തീരുമാനിക്കും. ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കകത്ത് വരുന്നവരോട്. അതിനെക്കാട്ടി ഒരു ഇച്ചിരി സ്നേഹം കുറവായിരിക്കും തൊട്ടപ്പുറത്ത് ഇതുപോലുള്ള വേറൊരു കൂട്ടായ്മ നടത്തുന്നുണ്ടെങ്കിൽ അവരോട്. അവരെക്കാട്ടി കുറച്ച് സ്നേഹമായിരിക്കും ഇതര ജാതികളോട്. ഇവരെക്കാട്ടി കുറച്ചുകൂടെ കുറഞ്ഞതായിരിക്കും നമ്മുടെ ശത്രുക്കളോട്. ഈ നിലയിലാണ് നമ്മൾ പലരും സ്നേഹിക്കുന്നത്. പക്ഷെ സ്നേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ചില ഭാഗമുണ്ട്. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, ഒരു നാൾ മുതിർന്നു പോകുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്നേഹത്തിനകത്ത് എന്തില്ല? സ്വാർത്ഥതയില്ല. അപ്പോൾ സ്നേഹം എങ്ങനെ ആയിരിക്കും? എല്ലാവരോടും തുല്യമായിട്ടായിരിക്കണം. അതാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. അതൊരു വശത്ത് കർത്താവ് നമ്മളെ പഠിപ്പിച്ച് പ്രബോധിപ്പിക്കുമ്പോൾ നമ്മൾ ആ അളവിൽ വളരുന്നില്ല എങ്കിൽ നമ്മൾ പഠിക്കുന്നതും ഗ്രഹിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം വെറുതെ ആയിപ്പോവും. അത് വസ്തുതയാണ്. അപ്പോൾ എല്ലാവരും തുല്യമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയണമെന്ന നിർദ്ദേശം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം നമ്മളോട് കർത്താവ് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ലേ മറുപടി? അതോ എങ്ങനെയാണ് നിങ്ങളുടെ മറുപടി? കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്ന് മറുപടി പറയുന്നവനെ കർത്താവ് എന്ത് ചെയ്യണം? തട്ടിക്കളയണം, എടുത്ത് ദൂരെ കളയണം, വേണ്ടാന്ന് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ പുറമ്പോക്കി പോയി കിടക്കേണ്ടി വരും. കർത്താവ് നമ്മളെ പണ്ട് എന്ത് ചെയ്യും?
ദൈവമേ. കർത്താവ് പറയുന്നു, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് മാത്രം നമുക്ക് പിന്നെയും എന്ത് ചെയ്യാം, ധൈര്യത്തോട് അടുത്ത് ചെല്ലാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം നമ്മൾ കർത്താവിനോട് അടുത്ത് എന്നാണ്. എന്നാൽ തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. ആ ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദുർനടപ്പുകാരോട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, സംസർഗരുത്. സ്നേഹിക്കരുതെന്നല്ല പറഞ്ഞത്, സംസർഗമരുത്. സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, പക്ഷെ അവരോട് എന്ത് പാടില്ല, സംസർഗം പാടില്ല. ഇനി ദുർനടപ്പുകാരോടുള്ള സംസർഗമരുതെന്ന് പറയുമ്പോൾ ഈ ദുർനടപ്പുകാരാരൊക്കെയാ? നമ്മുടെ നാട്ടിലെ ദുർനടപ്പുകാരാരാ? കള്ളുകുടിയന്മാർ അല്ലേ? അവരെയൊക്കെയല്ലേ നമ്മൾ സാധാരണ ദുർനടപ്പുകാരായിട്ട് കാണുന്നത്. പക്ഷേ തിരുവഴുത്ത് അങ്ങനെയല്ല. ദുർനടപ്പുകാരെന്ന് വിശദീകരിച്ചിരിക്കുന്നത് എന്താണെന്ന് 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം, എൻ്റെ വിഷയമല്ല, 2 സഹോദരന്മാർ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓടി വന്ന ചില ചിന്തകൾ ഞാൻ പെട്ടെന്ന് വാക്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയായിരുന്നു. അതിൽ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വേദഭാഗത്ത് ഇങ്ങനെ പറയുന്നത്: ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്ന് അല്ലല്ലോ. എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധികളോട് സംസർഗം പാടില്ലെന്നല്ല പറഞ്ഞത്. അപ്പോൾ അവരോട് സംസർഗം ആകാം. അത്യാഗ്രഹികളോ ഈ ലോകത്തിലുള്ള ആരോട് നമുക്ക് എന്ത് ചെയ്യാം, സംസർഗം ആകാം. പക്ഷെ ദുർനടപ്പുകാരെന്ന് ഉദ്ദേശിച്ചപ്പോൾ ആരെയാണ്? ഈ ലോകത്തിലുള്ള ദുർനടപ്പുകാരെ കുറിച്ച് അല്ല പറയുന്നത്. അയ്യോടാ, പിന്നെ ഇപ്പോൾ ആരുടെയാ? അടുത്ത വീണ്ടും പറയുന്നു, അങ്ങനെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. അപ്പോൾ ദുർനടപ്പുകാരോട് സംസർഗം വരുത് എന്നുള്ള ഉപദേശം നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നാട്ടിലുള്ള ദുർനടപ്പുകാരെയൊക്കെ ഹൃദയത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി നിർത്താനാണ് നമ്മൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ ലോകത്തുനിന്ന് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, പോകേണ്ടി വരും, ഒറ്റപ്പെട്ടു പോകും. എന്നാൽ അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണേ, അവിടെയാണ് ഒരു വലിയ പ്രശ്നം കിടക്കുന്നത്. അടുത്തത് ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ സഹോദരനെന്നു പേർപ്പെട്ട ഒരുവൻ. ആരെ സഹോദരൻ എന്ന പേർപ്പെട്ടവൻ? വിശ്വാസി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് യേശുക്രിസ്തുവിന് മക്കളായി മാറിയിരിക്കുന്നവരാണല്ലോ നമ്മുടെ സഹോദരങ്ങളല്ലേ. അങ്ങനെ സഹോദരങ്ങൾ, ഇച്ചിരി വ്യക്തമായി പറഞ്ഞ ആത്മീയ സഹോദരങ്ങൾ അല്ലേ. ആ സഹോദരനെന്നു പേർപ്പെട്ടവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപാനിയോ പിടിച്ചുപറിക്കാരനോ ആകുന്നെങ്കിൽ അവനോട് സംസർഗമരുത്, അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. എന്നാൽ സഹോദരനെന്ന് നമ്മൾ വിളിക്കുന്ന ഒരാള് അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നയാളോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ അധിക്ഷേപിക്കുന്നയാളോ കുടിയനോ പിടിച്ചുവരുകാരനോ ആണെങ്കിൽ അയാളുമായുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിക്കണമെന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സഹോദരന്മാരെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മദ്യപാനിയാണോ? നമ്മുടെ നോട്ടത്തിൽ ആരും മദ്യപാനിയൊന്നുമല്ല. പിടിച്ചുപറിയുണ്ടോ? പിടിച്ചുപറിയുണ്ട്. പിടിച്ചുപറിക്കാരെന്ന് പറയുമ്പോൾ നമ്മളെന്താ പിച്ചാത്തി കാണിച്ച് വെക്കടാകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിന് പിടിച്ച് മേടിക്കുന്നതാണോ? അത് മാത്രമല്ല പിടിച്ചുപറി. തരാൻ മനസ്സില്ലാത്തവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ പണം സ്വായത്തമാക്കുന്നവനെയും എന്ത് പേരിൽ വിളിക്കാം? പിടിച്ചുപറിക്കാൻ. നീ ദശാംശം കൊടുക്കാത്തത് കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ എഴുന്നേറ്റമില്ലാത്തതെന്ന് പറഞ്ഞു വരുത്തി ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തി അവൻ്റെ പണം പിഴുകുന്നവനെ നമുക്ക് ഏത് പേരിൽ ഉൾപ്പെടുത്താൻ പറ്റും? പിടിച്ചുപറിക്കാൻ. എൻ്റെ വീക്ഷണത്തിൽ പിടിച്ചുപറിക്കാനായിട്ട് തന്നെ ഇവർ വിഷമിച്ചാൽ കൊണ്ടുപോകും. എന്നോട് അങ്ങനെ ഒത്തിരി പേരുണ്ട്, ബ്രദറെ എന്തോ പറയാൻ, എന്നും പിരിവ, സഭയ്ക്കകത്ത് അങ്ങ് പിരിവ. പിന്നെ നമ്മൾ വേറെ എങ്ങോട്ട് പോകാൻ? നമ്മുടെ കൊച്ചുങ്ങളെ കല്യാണം നടക്കണം, പിന്നെ അവിടെ മരിച്ചാൽ അടക്കണം. ഈ സഭ ഇല്ലാതിട്ട് നമുക്ക് പറ്റത്തുമില്ല. പക്ഷേ ഈ സഭയ്ക്കകത്ത് എന്നും അങ്ങ് പിരിവ, അതിലൂടെ ദശാംശം എന്നാ ചെയ്യും? പിന്നെ അങ്ങ് പോവാ, കൊടുക്കുക. ഒരു പിടിച്ചുപറിക്കാരൻ്റെ മുമ്പിൽ നിന്ന് വേദനയോടെ പരിതപിക്കുന്ന ഒരു വ്യക്തിയെ പോലാണ് എനിക്ക് ആ വ്യക്തിയെ തോന്നിയത്. പിടികിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ പിടിച്ചുപറിക്കാരനെ എന്താണ് അങ്ങനെയുള്ളോട് കൂട്ടുകെട്ട് സംസർഗമരുത്. വാവിഷ്ണക്കാർ, അപ്പോൾ കുറേ ലിസ്റ്റുണ്ട്, ഞാൻ ആ ഭാഗം ഒത്തിരി വിശദീകരിക്കുന്നില്ല. അപ്പോൾ ചില ഇടങ്ങളിൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കണം, പക്ഷെ ചില ആളുകളോട് നമുക്ക് സ്നേഹിക്കരുതെന്നല്ല പറഞ്ഞത്, സംസർഗം പാടില്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ആരോടാ സംസർഗം? തിരുവഴുത്തിനൊത്ത് മുന്നോട്ട് പോകുന്ന, തിരുവഴുത്തിനൊത്ത് പോകുന്നവരെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരോട് കൂടെ യാത്ര ചെയ്യണം. ചിലർ കർത്താവിനെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളൊരു കർത്താവേ നിൻ്റെ സാന്നിധ്യം നമ്മൾ ആദ്യം കേട്ടു, നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ വരണമേ. അത് പഴയ നിയമത്തിലൊരു വാക്യമല്ലേ? അങ്ങനെയല്ലേ? മോശം അല്ലേ? എല്ലാവർക്കും അതാ ഇഷ്ടം. കർത്താവേ നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണേന്നാ. പുതിയ നിയമം നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ.
പുതിയ നിയമം എന്നു പറഞ്ഞറിയോ? നീ എൻ്റെ പിന്നാലെ വരണം. ഞാൻ നിന്റെ പുറകെ വരാൻ എന്നെ അനുവദിക്കണമേ. നിന്റെ പുറകെ കർത്താവ് നമ്മളോട് പറയാം, നീ എൻ്റെ പിന്നാലെ വാ. അല്ലെ വേറൊരു മതങ്ങളിൽ വന്നിട്ട് കർത്താവേ നിന്റെ കൂടെ നടക്കാൻ എന്നെ സഹായിക്കണേ. മറ്റിടത്ത് കർത്താവ് എന്ത് ചെയ്യണം? എൻ്റെ കൂടെ നടക്കണം. ഇവിടെ വന്നപ്പോഴോ നമ്മൾ കർത്താവിൻ്റെ കൂടെ നടക്കണം. പണ്ട് ഈ ബേത്ലഹേമിൽ നിന്ന് ഒരു മനുഷ്യൻ മോവാബ് ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. പരദേശിയായിട്ട് അവിടെ പോയി താമസിക്കാൻ പോവാം. ബേത്ലഹേമിൽ നിന്നാണ് പോയത്. അപ്പോൾ ഇദ്ദേഹം പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, 2 മക്കളും ഉണ്ടായിരുന്നു. കുടുംബമായിട്ട് സന്തോഷത്തോടെ അവിടെ പോയി താമസിക്കുക. കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം ആ ദേശത്ത് അവിടെയുള്ള 2 പെൺപിള്ളേരെ, ആ മോവാബ്യരായിട്ടുള്ള 2 പെണ്ണുങ്ങളെ തൻ്റെ ആമ്മക്കൊക്കെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പം ഈ ആൾ മരിച്ചു. ഞാൻ ഈ പറയുന്ന രൂത്തിൻ്റെ കഥയാണ്. ഈ അപ്പനങ്ങ് മരിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ആമ്പിള്ളേരും അങ്ങ് മരിച്ചു. അപ്പോൾ ഈ ഭാര്യയായ നവോമി തനിക്ക് മരുമക്കളായി വന്ന ഓപ്പയോടും രൂത്തിനോടും പറഞ്ഞു, നിങ്ങൾക്കിനി എന്ത് ചെയ്യാം? ഭർത്താക്കന്മാരില്ലല്ലോ, നിങ്ങൾ ഈ നാട്ടുകാരുമാണല്ലോ, നിങ്ങൾ ഒറ്റപ്പെട്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. ഇല്ല, ഓർപ്പ അങ്ങ് പോയി. പക്ഷെ രൂത്ത് ഒരു കാര്യം പറഞ്ഞു, എന്നറിയോ? നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഞാൻ നിന്നെ വിട്ടുപിരിയില്ല. നിങ്ങളെ രൂത്തിൻ്റെ മനസ്സൊന്ന് ചിന്തിച്ചേ. അവിടെ നാട് വിട്ടു, അവിടെ ബന്ധുമിത്രാദികളെ വിട്ടു, എല്ലാവരെയും വിട്ടു. ഇപ്പോൾ അവൾ കൂടെ നിൽക്കാമെന്ന് കരുതി ജീവിച്ചു പോരാനായിട്ട് ആഗ്രഹിച്ച ഭർത്താവും എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? മരണപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവളുടെ അടുത്തൊരു നിലപാടുണ്ട്, നിന്റെ ജനമാണ് ഇനി മുതൽ എൻ്റെ ജനം. ഒറ്റപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. നമ്മുടെ കർത്താവും എന്ത് ചെയ്തിട്ടുണ്ട്? ഒറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പിതാവേ, നിന്റെ ഹിതത്തിനൊത്ത് ചുവടുവയ്ക്കാനല്ലാതെ മറിച്ച് ചിന്തിക്കാൻ ഞാനില്ല എന്ന നിലപാടാണ്. നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നവരെ മതി എനിക്ക് എന്നുള്ള നിലപാടാണ് കർത്താവിനുള്ളത്. ചില വേളകളിൽ എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സഭയിൽ എത്ര പേര് കൂടി വരാറുണ്ടെന്ന്, നിങ്ങളുടെ സഭയിൽ എത്ര ആളുകളുണ്ട്? ഞാൻ അവരോട് കൊടുത്ത മറുപടി എന്ന് അറിയും, എൻ്റെ സഭയിൽ എത്ര പേരുണ്ടെന്ന് അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. സഭയുടെ നാളില്ല വന്ന് കേട്ടാലൊക്കത്തില്ല. അത് സഭയുടെ നടത്തിപ്പുകാരനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. എൻ്റെ സഭയിൽ എത്ര പേരുണ്ടെന്ന് പറയാൻ എനിക്കെന്ത് അധികാരമുള്ളത്? എനിക്ക് സഭയില്ലല്ലോ. നിങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ട്? ഞങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ടെന്ന് അറിയണമെങ്കിൽ ഞങ്ങളുടെ സഭയുടെ ഹെഡിനോട് ചോദിക്കണം. അതാരാന്നറിയാമോ? അത് യേശുക്രിസ്തുവാണ്. അപ്പോൾ എപ്പോഴെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സഭയിൽ എത്ര പേരുണ്ടെന്നെങ്കിൽ ആരോട് ചോദിച്ചാൽ മതി? യേശുക്രിസ്തുവിനോട് ചോദിച്ചാൽ മതി. അതെന്നെ നിനക്കറിയത്തില്ല. ഞാനെങ്ങനെ അറിയുന്നത്? യേശുക്രിസ്തു അവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്? വിളിച്ചു വേർതിരിക്കുന്നുണ്ട്. അവിടങ്ങളിൽ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് യേശു കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? അതാണ് എൻ്റെ സഭ. ഏതാ എൻ്റെ സഭ? നിങ്ങളുടെ സഭ ഏതാ? IPC ആണോ? ശാലോമാണോ? അയ്യോ, അല്ല, മനുഷ്യ സംഘടനകൾ. അത് മാത്രം. നമുക്കൊരൊറ്റ സഭയുള്ളൂ. ആ സഭയുടെ തല ആരാണ്? യേശു കർത്താവ്. അതിലെത്ര പേരുണ്ട് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, നിങ്ങൾ യേശുവിനോട് ചോദിച്ചോളൂ. യേശുവിന് മാത്രമേ അത് അറിയത്തുള്ളൂ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ കൂടി വരുന്നിടത്ത്, ഞങ്ങൾ ഇടയ്ക്ക് ഒരുമിച്ച് കൂടി വരും. നമ്മളെന്തിനാണ് കൂടി വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, നമ്മൾ ഒരുമിച്ച് കൂടി വരുന്നത് കൂട്ടായ്മ ആചരിക്കാനാണ്. നമ്മുടെ ഈ പ്രദേശത്ത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം, മുമ്പേ പറഞ്ഞതുപോലെ ക്രിസ്തുവിനോട് കൂടെ നടക്കാൻ തീരുമാനമെടുത്ത ഒരു കൂട്ടം. ആ കൂട്ടം കൂടി വരും. കൂടി വരുന്നതിനെന്തറിയോ? കൂട്ടായ്മ ആചരിക്കാൻ. എന്താ കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ? കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ പാട്ടുപാടും കൈയ്യടിലും അടിയാണോ? അതല്ല കേട്ടോ. കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കുക, അവരുടെ അവസ്ഥ മനസ്സിലാക്കുക, സ്നേഹം പങ്കിടുക, അവരിൽ ആരെങ്കിലും ക്ഷീണം അനുഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക, ഉണ്ടെങ്കിൽ ആ ക്ഷീണത്തിനൊരു പരിഹാരമായി തീരാൻ ഞാൻ എന്നെ സമർപ്പിക്കുക. ഇതാ കൂട്ടായ്മ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ ശരീരമായി, ഒരു വീട്ടിലെ അംഗമായി, എൻ്റേതെല്ലാം നിങ്ങളുടേതും നിങ്ങളുടേതെല്ലാം എൻ്റേതും എന്ന് പറയുന്ന മനോഭാവത്തോടെ പ്രവൃത്തിപഥത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഒരുമിച്ചായിരിക്കുന്ന നിമിഷങ്ങളാണ് വാസ്തവത്തിൽ കൂട്ടായ്മ എന്ന് പറയുന്നത്. അല്ലേ? ഇങ്ങനെയാണ് കൂട്ടായ്മ. കൂട്ടായ്മ ആചരിക്കാൻ, ഉപദേശം കേൾക്കാൻ, അപ്പസ്തോലന്മാരുടെ ഉപദേശം കേൾക്കാൻ, അപ്പം നുറുക്കാൻ. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് പേരെ 3-4 പേരെ ഉള്ളുവെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു കാരണവശാലും നിരാശ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ആ രൂത്തിനെ പോലെ നവോമിയോട് പറയേണ്ട ഒരൊറ്റ കാര്യം, എൻ്റെ കർത്താവേ, നിൻ്റെ ജനമാണ് എൻ്റെ ജനം. നിൻ്റെ ജനമാണ് എൻ്റെ ജനം. നിൻ്റെ ജനത്തോടുകൂടെ നീ എന്നെ എണ്ണിയിരിക്കുന്നു. നിൻ്റെ ആട്ടിൻകൂട്ടത്തിലേക്ക് നീ എന്നെ ചേർത്തിരിക്കുന്നു. നീ എന്നെ നടത്തുന്നു. നീ എൻ്റെ ഇടയനാകുന്നു. രസകരമായ ഒരു കാര്യം കൂടി പറയട്ടെ. ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു. അപ്പം ദൈവം നമ്മുടെ ആരാണ്? ഇടയനാണ്. ഈ നമ്മളപ്പോൾ ആരായി? അവൻ്റെ കൈക്കിലെ
ആടുകളായി. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആരാ മുന്നേ നടക്കണ്ടേ? ഇടയൻ മുന്നേ നടക്കണം, ആടുകൾ പുറകെ. അങ്ങനല്ലേ? അതല്ലേ എൻ്റെ ശരി? പക്ഷേ കാര്യം നേരെ തിരിച്ചാ. ഞാൻ നടക്കും, ഇടയാ നീ എൻ്റെ കൂടെ നടക്കണേ എന്ന് പറയുന്ന രീതിയിലാണ് പലരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തുടർന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ പരിശീലിപ്പിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ ചെന്ന് പെട്ടാൽ നിങ്ങൾ കർത്താവ് നിങ്ങളുടെ ദാസനുമായി മാറുന്ന അന്തരീക്ഷത്തിലേക്കായി പോകും. അത് വരാനും പാടില്ല. എന്നാൽ എല്ലാവരോടും നമുക്കെന്തുണ്ട്? സ്നേഹം ഉണ്ടാകണം. എല്ലാവരെയും സ്നേഹിക്കണം. അതാണ് ഈ 2 സന്ദേശങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായതും നിങ്ങളെ പ്രബോധിപ്പിക്കാനുള്ളത്. നമ്മളെല്ലാവരും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അത് ശത്രുവാണെങ്കിലും എന്ത് ചെയ്യണം? എല്ലാവരെയും സ്നേഹിക്കണം. സ്നേഹത്തിൻ്റെ അളവ് എവിടം വരെയാണെന്നറിയോ? സ്വന്തം ജീവനെ കൊടുക്കാൻ തക്കവണ്ണം സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ശുശ്രൂഷ ചെയ്യിക്കാനല്ല വന്നത്, ചെയ്യാനും അനേകർക്ക് വേണ്ടി എൻ്റെ പ്രാണനെ മറുവിലയായി കൊടുക്കാനുമായിട്ടാണ് ഞാൻ വന്നത്. ആ യേശുവാണ് എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നതെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ആവണം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്ന് സംസാരിച്ച സമയത്ത് പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് പറഞ്ഞത് സുവിശേഷത്തെക്കുറിച്ചാണ്. ഓർമ്മയുണ്ടോന്നുണ്ടോ? സുവിശേഷത്തെക്കുറിച്ച് നമ്മളൊരു കുറച്ച് കാര്യങ്ങളെങ്കിലും അറിയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണെന്ന് പോയത്. ഓക്കെ, കുറേ നാളുകളായല്ലോ, മറന്നു കാണും. 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ഞാൻ ഇന്ന് നിങ്ങളെ കൺഫ്യൂഷനാക്കാനുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. തയ്യാറാണല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിൽ കുറേ കൂടിയൊക്കെ വചനത്തോട് നിങ്ങൾക്ക് കൂടുതൽ അടുപ്പം ഉണ്ടായിട്ടുണ്ട്. കുറേ കൂടിയൊക്കെ അറിവുകൾ, കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല കുറേ കൂടി നേരത്തേതിനേക്കാട്ടിൽ ആത്മീയമായി വളർന്നിട്ടുള്ളത് കൊണ്ടും വചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരും ചിന്തിക്കാൻ കഴിവുള്ളവരുമായി മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ആ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് കഴിഞ്ഞ കാലങ്ങളെക്കാട്ടിൽ ഇച്ചിരിയുടെ കട്ടിയായ ഒരു നിലയിലേക്ക് പോകാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം എടുത്തെങ്കിൽ ഒന്ന് വായിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്നു. കൃപ നിങ്ങളിൽ അറിയുന്നുവല്ലോ. ഞാനൊന്ന് വായിക്കാമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. അതിൽ മക്കെദോനിയ സഭയ്ക്ക് ലഭിച്ചൊരു ദൈവകൃപയെക്കുറിച്ച് അവരോട് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ആ വിശദീകരിച്ച് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവരോട് പറയുക, കൊരിന്ത്യരെ, നിങ്ങൾക്ക് ആ ദൈവകൃപ അറിയാമല്ലോ. ഏത് ദൈവകൃപയാണ്? നമ്മുടെ കർത്താവ് ദരിദ്രനായി തീർന്ന ദൈവകൃപ. എന്താ നമ്മുടെ കർത്താവിൻ്റെ ദരിദ്രത? അവൻ സകലത്തിൻ്റെയും അധിപതിയായിരുന്നു, സകലത്തെയും സൃഷ്ടിച്ചവനായിരുന്നു. അവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എങ്ങനെയാണ്? ഒരു ദരിദ്ര കുടുംബത്തിലാണ് യേശു കർത്താവ് ജനിച്ചല്ലേ. അവൻ ശീലകൾ പൊതിഞ്ഞ് പശുത്തൊഴുത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ടാണ് രാജാക്കന്മാർ അന്ന് അവന് വന്ദനം ചെയ്തതായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തു സ്വർഗീയ മഹത്വവും മഹിമയും എല്ലാം വെടിഞ്ഞിട്ട് ഈ താണഭൂമിയിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു ദരിദ്ര കുടുംബത്തിലാണ് യേശു വന്ന് പിറന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതൊരു ദൈവകൃപയാണ്. ആ രാജാവ് സകലത്തിൻ്റെയും പ്രഭുവായവൻ ഒരു ചെറിയ വീട്ടിലൊരു ഏറ്റവും ദരിദ്രനായി, സാമ്പത്തികമായി ഒരു ഭദ്രതയുമില്ലാത്ത ഒരു തച്ചനായ ഒരു ആശാരിയുടെ വീട്ടിലാണ് ഇപ്പോൾ യേശു വന്നിരിക്കുന്നത്. പക്ഷേ എന്തിനാ വന്നതെന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിനാണ് അവൻ എന്ത് ചെയ്തത്? ദരിദ്രനായി തീർന്നത്. ഓക്കെ, അത്ര മനസ്സിലായല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, കർത്താവ് ദരിദ്രനായി നമ്മുടെ കൂടെ വന്നു, നമ്മൾ കർത്താവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാ കിട്ടണം? നമ്മളെ എന്തോ ആക്കാനായിട്ട് അവൻ ദരിദ്രനായത്? അപ്പം നമ്മൾ ആരായി മാറണം? സമ്പന്നരായോ? ഇല്ല. അയ്യോ, നിങ്ങളെ സമ്പന്നരാക്കാനാണ് കർത്താവ് വന്നേ. നിങ്ങൾ പക്ഷേ ഇപ്പോഴും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ലേ എന്ന് പറഞ്ഞ്, അല്ലയോ?
ഇപ്പോഴും ഒത്താഴ്ച പുളിയൊക്കെ കുത്തിയ വഴി കൊണ്ടുവച്ച് വിറ്റെങ്കിലേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഞാനും വഴിയോര കച്ചവടത്തിന് പോകുന്ന ആളാണ്. പോയില്ലെങ്കിൽ നമ്മുടെ കാര്യം ഇപ്പോഴും ഓട്ടോ ഓടിച്ച് നടന്നില്ലെങ്കിൽ വൈകിട്ടത്തെ കാര്യം ചിട്ടി അടയ്ക്കേണ്ട പൈസയുണ്ട്, പലയിടത്തുണ്ട്. ആകെ പ്രശ്നമായി. ഇപ്പോൾ കൂട്ടായ്മയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഇന്നത്തെ ഒരു ദിവസം എന്തായാലും കർത്താവിൻ്റെ കൂടെ വരുന്ന നഷ്ടം വരട്ടെന്ന് പറഞ്ഞ് വന്നിരിക്കുക അല്ലേ. അപ്പോൾ നമ്മളാരും ആരായി മാറിയിട്ടില്ല, സമ്പന്നരായി മാറിയിട്ടില്ല. പക്ഷെ കർത്താവ് വന്നതോ? അപ്പോൾ ഈ വാക്ക് പാലിച്ചോ കർത്താവ്? പോട്ടെ, നമ്മുടെ കാര്യം അങ്ങ് വിടെ. കർത്താവ് ഒരു 12 മുക്കോന്മാരെ ശിഷ്യരായിട്ട് തിരഞ്ഞെടുത്തല്ലോ കൂട്ടത്തിൽ നിന്ന്. കുറേ ആളുകളുണ്ടായിരുന്നു കർത്താവിൻ്റെ കൂടെ അല്ലേ, പ്രസംഗം കേൾക്കാൻ എന്താ ആളുണ്ടായിരുന്നു. അവരിനത് തെരഞ്ഞു പിടിച്ചൊരു 12 പേരെ കൂടെ കൊടുക്കും. ഈ കൂടെ കൊണ്ടുനടന്ന 12 പേരിൽ ആരെങ്കിലും സമ്പന്നരായോ? അപ്പോൾ പിന്നെ ഈ പറയുന്നതെല്ലാം തട്ടിപ്പല്ലേ. അപ്പോൾ ഈ തട്ടിപ്പ് പുസ്തകത്തിൻ്റെ പുറകെ നടക്കേണ്ട കാര്യം നമുക്കുണ്ടോ? അങ്ങനെ ഒരാൾ നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്നാ മറുപടി പറയും? നിങ്ങൾ നാട്ടിൽ അങ്ങോട്ട് ഇറങ്ങുക, അവർ ചോദിക്കണം നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ടോ? നിങ്ങളെ പണക്കാരനാക്കാനല്ലേ, നിങ്ങളെ സമ്പന്നനാക്കാനല്ലേ യേശു ദരിദ്രനായത്? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നിങ്ങളെയോ സമ്പന്നരാക്കിയില്ല, വേണ്ട പോട്ടെ. ഏതെങ്കിലും ഒരുത്തനെ സമ്പന്നനാക്കിയോ? കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം നമ്മുടെ അടുക്കൽ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് ഇക്കാലത്ത് ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ സംസാരിക്കേണ്ടി. ആൾക്ക് മനസ്സിലാകുന്നില്ല, ഭയങ്കര വിശ്വാസിയാണ്. പക്ഷേ പറയുന്ന വിശദീകരണമൊന്നും നിങ്ങളീ പറയുന്ന മറുപടിയൊന്നുമില്ല. അവർ തന്ന മറുപടി അത് ദൈവം സമ്പന്നനാക്കും, ഇന്നല്ലെങ്കിൽ നാളെ ആക്കും. ഞാൻ അവരോട് ലാസ്റ്റ് ചോദിച്ചു, ഏതെങ്കിലും ഒരുത്തനെ സമ്പന്നനാക്കിയത് കാണിച്ചു തരാമോ? അതൊട്ടില്ല താനും. പിന്നെ 100 കണക്കിന് ന്യായങ്ങളാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ വിഷയം ഒന്ന് പഠിക്കാൻ വന്നത്. അഥവാ നമ്മുടെ അടുക്കൽ ഒരാൾ പറഞ്ഞാൽ നമുക്ക് പറയാൻ വ്യക്തത ഹൃദയത്തിനകത്തുണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തു ദരിദ്രനായി എന്ന് പറയുന്നു. അടുത്ത വാക്ക് നിങ്ങളെ ധനവാനാക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങളെ ധനവാനാക്കാൻ അവൻ ദരിദ്രനായി എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഈ പദം ശ്രദ്ധിക്കണം. ഈ ദാരിദ്ര്യവും സമ്പന്നതയും 2 വാക്കുകളാണ്. ഈ 2 വാക്കുകളുടെയും എതിർപദം ഞാൻ നിങ്ങളോട് പറയാം. തെറ്റാണെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ദാരിദ്ര്യത്തിൻ്റെ എതിർപദം ധനവാൻ, ശരിയാണോ? അല്ലേ? ദാരിദ്ര്യത്തിൻ്റെ എതിരെന്താ? ധനവാൻ എന്നാണ്, സമ്പന്നനെന്നല്ല. സമ്പന്നതയുടെ എതിർപദം എന്നറിയോ? അരിഷ്ടത എന്നാണ്. സമ്പന്നതയുടെ എതിർവശം. നമ്മൾ ഈ സമ്പന്നത, സമ്പത്ത് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാങ്ക് ബാലൻസിൻ്റെ അളവിനെ പറ്റിയാണ് നമ്മുടെ ചിന്ത പോകുന്നത്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ നിത്യവൃത്തിക്ക് വിഷമിച്ച് പോകുന്ന, അല്ലെങ്കിൽ അതിന് യാതൊരു കൃത്യതയും പറയാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിൽ ജീവിതം. നാളെ വീട്ടിലെ കാര്യങ്ങൾ, നാളെ പെട്ടെന്നൊരു പ്രയാസം വന്ന് എങ്ങനെ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നാളത്തെ കാര്യം ഒരു പിടിയില്ല. ഇന്നത്തെ കാര്യം തന്നെ വൈകുന്നേരം എങ്ങനെ ചിട്ടി അടയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല. ആ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്ന സ്ഥിതിയിലാണ് നമ്മൾ കഴിയുന്നത്. പക്ഷേ നമ്മളത് എങ്ങനെയെങ്കിലുമൊക്കെ പണിയെടുത്തൊക്കെ അടച്ചും പിടിച്ചുമൊക്കെ പിള്ളേരെയൊക്കെ വളർത്തി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ അവസ്ഥകൾക്കെല്ലാം എന്ത് പേര് പറയാം? ഈ ഭൗതിക ദാരിദ്ര്യം എന്ന് പറയും. എന്നാൽ സമ്പന്നത എന്ന് പറയുന്നത് ഈ വിഷയങ്ങളെല്ലാം സമ്പൂർണ്ണമായി പരിഹരിക്കപ്പെട്ട് എൻ്റെ കയ്യിൽ ഒരു പ്രശ്നമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയുന്ന സിറ്റുവേഷനിലല്ല കേട്ടോ. അതിനെയല്ല സമ്പന്നത എന്ന് പറയുന്നത്. അഥവാ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംജാതമായാൽ നിങ്ങൾ ധനികരാ. അപ്പോൾ നിങ്ങൾ ധനികരാക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവ് ദരിദ്രനായത്. പക്ഷേ കർത്താവ് ദരിദ്രനായത് നിങ്ങളെ ആരാക്കാനാ? സമ്പന്നനാക്കാൻ. നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊന്ന് പഠിക്കാൻ പോകാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1 സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചു ഇരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടു. മതി. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, എഫേസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ സമ്പന്നത പ്രാപിക്കുന്നത് സ്വർഗത്തിലെ ആത്മീയ വിഷയങ്ങളാണ്. സ്വർഗത്തിലെ ആത്മീക വിഷയങ്ങളിലാണ് നമ്മൾ സമ്പന്നത പ്രാപിക്കുന്നത്. ഈ കർത്താവ് തന്നെ പറഞ്ഞു, കള്ളൻ തുരന്നു മോഷ്ടിക്കുന്ന, അല്ലേ, പുഴുവരിക്കുന്ന, തുരുമ്പെടുക്കുന്ന ഈ ഭൂമിയിലല്ല നിങ്ങൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കേണ്ടത്. കള്ളൻ തുരക്കാത്ത, മോഷ്ടിക്കാത്ത, തുരുമ്പെടുക്കാത്ത, പുഴുവരിക്കാത്ത സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ വർദ്ധിപ്പിച്ചുകൊള്ളുവീൻ. വേറൊരിടത്ത് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഒരു മനുഷ്യൻ ഇഷ്ടംപോലെ വിളവുണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കളപ്പുര വലുതാക്കാൻ പോവാം, ഏറിയ ആണ്ടത്തേക്ക് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്,
അപ്പോൾ ഞാൻ ഇതെല്ലാം കളപ്പുരയെല്ലാം വലുതാക്കിയിട്ട് ഞാൻ എന്നോട് തന്നെ പറയും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. എത്ര ബുദ്ധിയുള്ള മനുഷ്യൻ. അപ്പോൾ യേശു പറയും, എടാ ഇതിനു വേണ്ടിയാണ് ഞാൻ ദരിദ്രനായ, നിന്നെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ദരിദ്രനായ എന്നാണോ യേശു അവനോട് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞവൻ്റെ മുഖത്ത് നോക്കി വിളിച്ച പേരെന്നറിയോ? തോമസ് കുട്ടിയെ എന്നൊന്നുമല്ല, ശശിയെ എന്നൊന്നുമല്ല, മൂഢാന്നാണ് വിളിച്ചത്. ഇന്ന് രാത്രി ഇതിൻ്റെ പ്രാണനെ ദൈവം നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കായി തരും? എന്നിട്ട് അടുത്ത വാക്ക് ഈ മൂടനെ ഇവനെ വിളിക്കാൻ കാര്യം എന്നറിയോ? ഇവൻ ഉത്തരവില്ല. മൂടന്മാരെന്ന് പറഞ്ഞാൽ ഉത്തരവില്ലാത്തവരല്ലേ? ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാത്തവനെ മൂടനെന്നല്ല പിന്നെ എന്നെ വിളിക്കണ്ടേ? അപ്പോൾ അവന് ഉത്തരവില്ല. ചോദിച്ചപ്പോൾ അവന് ഉത്തരം. ഇന്ന് രാത്രി നിൻ്റെ പ്രാണനെ ദൈവം നിന്നോട് ചോദിക്കും, പിന്നെ നീ സമ്പാദിച്ചു കൂട്ടിയത് ആർക്കായി തീരുമെന്ന് ചോദിച്ചപ്പോൾ അവന് ഉത്തരമില്ല. എന്നിട്ട് അടുത്ത വാക്ക് കർത്താവ് എന്നെ പറഞ്ഞിരിക്കുമോ? ദൈവ വിഷയമായി സമ്പന്നത പ്രാപിക്കാത്തവരുടെ ഒക്കെ സ്ഥിതി ഇങ്ങനെ തന്നെ. അപ്പം നമ്മളെ സമ്പന്നനാക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് ഏത് സമ്പന്നതയാണ് ഉദ്ദേശിച്ചത്? വചനത്തിൽ, ദൈവ വിഷയത്തിൽ സമ്പന്നരാകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി യേശു കർത്താവ് എന്ത് ചെയ്തു? താഴേക്ക് ഇറങ്ങി വന്നു. അപ്പം യേശു ക്രിസ്തുവിനെ നമ്മളും എന്ത് ചെയ്യണമെന്ന് അറിയാം? മാതൃകയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ നമുക്കും എന്ത് ചെയ്യേണ്ടി വരും? ദരിദ്രനാകണം. നമ്മളും കുറച്ച് ദാരിദ്ര്യത്തിലോട്ട് പോകണം. എന്തിനു വേണ്ടിയാ? മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടേ? യേശു പോയ വഴിയെ പോകാനല്ലേ നമ്മൾ പോകുന്നത്? യേശു പോയ വഴി ഏതാ? മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ യേശു സ്വയം എന്ത് ചെയ്യുമായിരുന്നു? ദരിദ്രനാകുമായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നാലോ? നമ്മളും ആരാകണം? ദരിദ്രനാകണം. എന്തിനു വേണ്ടി? മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ. അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കാറുണ്ടോ? അങ്ങനെ മറ്റുള്ളവരെ, അതാണ് ഈ കൊരിന്ത്യ ലേഖനം, 2 കൊരിന്ത്യ ലേഖനം 8-ന്റെ ആദ്യ ഭാഗത്ത് പറയുന്ന മക്കതോനിയ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ അറിയുന്നല്ലോ. മഹാകഷ്ടതയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി ധാരാളമായിരുന്നു. വലിയ ദാരിദ്ര്യം അവരുടെ കയ്യിലുണ്ടെങ്കിലും അവർ വളരെ ഔദാര്യം ചെയ്യുന്നവരായിരുന്നു. എന്തിനായിരുന്നു? മറ്റുള്ളവരെ സമ്പന്നത. അതിങ്ങനെ വിശദീകരിച്ചിട്ടാണ് കൊരിന്ത്യരോട് പറയുന്നത്, നമ്മുടെ കർത്താവ് ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ കർത്താവ് വന്നത് കൃപയാലാണെന്ന് വിശ്വസിക്കുന്നില്ല. ആ കൃപ അത് വലിയ കൃപയാണ്. മറിയത്തോട് എന്താ പറഞ്ഞത്? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്താ കൃപയെന്നറിയാമോ? സ്വർഗീയ മഹത്വം വിട്ടിട്ട് താണഭൂമിയിൽ ഒരു ദാസനായി ഇറങ്ങി വരാൻ മനസ്സ് കാണിച്ചത് ഒരു വലിയ കൃപയാണ്. എന്തിനാണെന്നറിയാമോ? നമ്മളെ ഓരോരുത്തരെയും ദൈവവിഷയമായ സമ്പന്നതയിലേക്ക് നടത്തേണ്ടതിന്. നമുക്ക് പത്രോസിൻ്റെ ലേഖനം എടുക്കാം. 1 പത്രോസ് 1:4. 1 പത്രോസ് 1:4 എന്ന് വായിച്ചു. കിട്ടിയോ? 1 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യം. അവിടെ ഞാൻ വായിക്കാം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്തിൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ നടക്കുമ്പോൾ നമ്മൾ ദരിദ്രരല്ല. പിന്നെ ആരാണ്? സമ്പന്നരാണ്. സാമ്പത്തിക ദാരിദ്ര്യം നമുക്കുണ്ടാകാം. പക്ഷേ എത്ര ദാരിദ്ര്യമുണ്ടെങ്കിലും നമ്മുടെ നിലപാടും നമ്മുടെ ഭാവവും എന്തായിരിക്കും എന്നറിയാമോ? ഒരു സമ്പന്നൻ്റെ നിലപാടാണ്. പൗലോസ് അപ്പോസ്തലൻ മറ്റൊരിടത്ത് പറഞ്ഞു, ഞങ്ങൾ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ. അതാ പൗലോസ് പറഞ്ഞ വാക്കാത്. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗമാണ്. ഞങ്ങളൊന്നുമില്ലെങ്കിലും ഞങ്ങളെങ്ങനെ ജീവിക്കുന്നത്? എല്ലാം ഉള്ളവരെ പോലെ. നമ്മൾ പലപ്പോഴും എല്ലാം ഉണ്ടെങ്കിലും നമ്മളെന്തേ പറയുള്ളൂ? ഒന്നുമില്ലെന്നേ. അതാണ് നമുക്ക് സമ്പന്നത ഇല്ല എന്ന് പറയുന്നത്. സമ്പന്നനായവൻ പറയും, ഞാൻ ഹാപ്പിയാണ്, ഞാൻ തൃപ്തനായിരിക്കുന്നു. അപ്പോൾ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഭാഗം എന്നറിയാമോ? വാട്ടം, മാലിന്യം, ക്ഷയം ഇല്ലാത്തൊരവകാശം നമുക്ക് എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. ഈ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അപ്പോൾ യേശുക്രിസ്തു ദരിദ്രനായി തീർന്നത് എന്നെ ഈ പറയുന്ന സ്വത്തുക്കളുടെ അവകാശിയാക്കി തീർക്കേണ്ടതിനായിട്ടാണ്. അപ്പം നമ്മൾ സമ്പന്നരാണ്. കള്ളൻ തുരന്നു മോട്ടിക്കുന്ന സമ്പത്തല്ല നമ്മുടെ കയ്യിലുള്ളത്. ഏതെങ്കിലും പുഴു എടുത്തുകൊണ്ട് പോകുന്ന സമ്പത്തല്ല നമുക്കുള്ളത്. നമ്മുടെ സമ്പത്തിൻ്റെ പ്രത്യേകത അതിന് വാട്ടവും മാലിന്യവും ക്ഷയവും ഇല്ലാത്ത സമ്പത്തുകളാണ് നമുക്കുള്ളത്. നമുക്ക് ഈ തിമോത്തിയോസിൻ്റെ ലേഖനം, 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യം 19 വരെയുള്ള വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു പഠിച്ചാൽ നമുക്കവിടെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ കൊരിന്ത്യ ലേഖനത്തിലെ വാക്യം എടുത്ത് നമ്മളെ ആരെങ്കിലും സംശയത്തിൻ്റെ നിഴലിൽ കൊണ്ട് നിർത്താൻ ശ്രമിച്ചാൽ
ഈ വാക്യം നിങ്ങൾ മറന്നു പോകരുത്. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1 തിമോത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വേദഭാഗം ഞാൻ തന്നെ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ, ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അതിനരായിത്തീരുന്നു. അപ്പം നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളെ സമ്പന്നനാക്കേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന വാക്യത്തിനകത്തൊരു കാര്യം നമുക്ക് ഉറപ്പാക്കാം, നമ്മളെ ധനവാനാക്കാനല്ല കർത്താവ് ദരിദ്രൻ ആയത്, നമ്മളെ സമ്പന്നനാക്കാനാണ് കർത്താവ് ദരിദ്രനായത്. സമ്പന്നനും ധനവാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ധനവാന്റെ ഗതിയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിൽ പറയുകയാണ്, ദ്രവ്യാഗ്രഹം, അതാണ് ധനവാൻ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണം. അപ്പം നിന്നെ ധനവാനാക്കാനല്ല വന്നതെന്ന് ഉറപ്പല്ലേ, നിന്നെ ദോഷത്തിലാക്കാനാണോ കർത്താവ് ദരിദ്രനായത്? ഒരു കാരണവശാലും അല്ല. കാരണം ഈ ദ്രവ്യത്തിനൊരു പ്രശ്നമുണ്ട്, ഇത് സകലവിധ ദോഷത്തിനും അതിനോടുള്ള മോഹവും ആഗ്രഹങ്ങളും കൂടിക്കൂടി വന്നാൽ ദോഷമല്ലാതെ ഗുണമൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പോകുന്നില്ല. സകലവിധ ദോഷത്തിനും കാരണമല്ലോ, ഇത് ചിലർ കാക്ഷിച്ചിട്ട്, ഏത്? ഈ ധനം, ദ്രവ്യം അല്ലേ, ചിലർ കാക്ഷിച്ചിട്ട് എന്തോ പറഞ്ഞ് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരാകുന്നു. നമ്മൾ പലപ്പോഴും ദുഃഖിച്ചിട്ടുള്ള നമ്മുടെ ദുഃഖങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ മിക്കവാറും ദുഃഖിച്ചതൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പുറത്താണ്. ചില ഇടങ്ങളിൽ നമ്മൾ അവഗണിക്കപ്പെട്ടതുപോലും നമുക്ക് സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരില്ല. നമ്മുടെ കൂട്ടായ്മ പോലും പല സഹോദരങ്ങളും വരാത്തതിൻ്റെയും കാരണം ഒരുപക്ഷെ നമുക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട്. അത്യാവശ്യം നല്ല ഹോളും ഒക്കെ എടുത്ത് നല്ല ഫുഡും ഒക്കെ കൊടുത്ത് നല്ല ലൈറ്റും ഒക്കെ എടുത്ത് ഭയങ്കര മ്യൂസിക്കൊക്കെ വെച്ച് അടിപൊളി തട്ടുവിളപ്പൻ പരിപാടിയൊക്കെ നടത്താൻ പണം ഉണ്ടാകുന്നുണ്ടെങ്കിലുണ്ടല്ലോ ആളുകൾ ഇങ്ങനെ ഒഴുകി വരും. അത് നമ്മുടെ മുടക്കാൻ കാശില്ലാത്തതുകൊണ്ട് പലരും വരാറില്ല. അപ്പോൾ അറിയാതെ നമ്മളൊന്ന് ആഗ്രഹിക്കും, ഇച്ചിരി പണം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നില്ലേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ആഗ്രഹിച്ച് ലോകത്തിൻ്റെ മാനവും ലോകത്തിൻ്റെ അംഗീകാരവും മുമ്പേ പറഞ്ഞ പോലെ കൂടെ നിൽക്കാൻ കുറേ ആളുകളെയും ഒക്കെ കൂട്ടി നിർത്താൻ എൻ്റെ പണക്കുഴപ്പ് കൊണ്ട് സാധിക്കുമെന്ന് ധരിച്ചിട്ടോ അല്ലെങ്കിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് കൂടെ നിൽക്കാൻ ആളില്ലാത്തതെന്നൊക്കെ തോന്നലൊക്കെ പോകുന്നവർ പതിയെ ആ വഴിയിലേക്ക് പോയി അവസാനം എന്നാ പറ്റുന്നറിയാവോ? വിശ്വാസം പതിയെ അങ്ങ് പോകും. വിശ്വാസം തന്നെ കൈവിട്ടു പോയി എന്നുള്ളത് എപ്പോഴാണ് മനസ്സിലാകുന്നറിയോ? ബഹുദുഃഖത്തിന് ഇവൻ അധീനനാകും. അപ്പം ഏതെങ്കിലും വിഷയത്തിൽ ദുഃഖം നിൻ്റെ ഹൃദയത്തിൽ അലട്ടപ്പെടുന്നെങ്കിൽ ആ അലട്ടപ്പെടുന്നതിൻ്റെ ഒരൊറ്റ റീസണേ ഉള്ളൂ, ആ റീസൺ നിന്നിൽ നിന്ന് വിശ്വാസം കുറഞ്ഞിരിക്കുന്നു എന്നാണ്. വിശ്വാസം കുറഞ്ഞിരിക്കുന്നെങ്കിൽ അതിനൊരു റീസണുണ്ട്. നീ എന്താഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു? ധനവാനാകാൻ ആഗ്രഹിച്ചു തുടങ്ങി. ധനവാനാകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്ത് പറ്റിയത്? വിശ്വാസത്തിൽ നിന്ന് പതിയെ കർത്താവിൽ നിന്നുള്ള നോട്ടം പതിയെ ഞാൻ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഞാൻ കർത്താവിൻ്റെ കൂടെയാണ് നടക്കുന്നത്, എൻ്റെ ധനവും മാനവും എല്ലാം യേശു കർത്താവാണ്. അല്ല, ലോകം പ്രൊവൈഡ് ചെയ്യുന്ന ധനവും മാനവുമാണ് എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന് കയറുന്നതെങ്കിൽ ഞാൻ കർത്താവിൽ നിന്നുള്ള നോട്ടം മാറ്റിയിട്ട് എൻ്റേതായ വഴി വെട്ടിത്തെളിച്ച് എൻ്റേതായ ടെക്നിക്ക് ഉപയോഗിച്ച് എൻ്റേതായ പല സിസ്റ്റങ്ങളും അവിടെ കൈകാര്യം ചെയ്തിട്ട് ഞാനിത് വളർത്താനായിട്ടുള്ള ബന്ധപ്പാട് നടത്തും. അവസാനം ഞാൻ ദുഃഖിതനാകും. ഇത്രയെല്ലാം ചെയ്തിട്ടും, ഇത്രയെല്ലാം കാശ് മുടക്കിയിട്ട്, ഇത്രയെല്ലാം പറഞ്ഞിട്ട് ആരുമില്ലല്ലോ എന്നുള്ള ദുഃഖം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ആദ്യം പറഞ്ഞത്, നമ്മൾ ഒരു മനുഷ്യനെയും എന്ത് ചെയ്യാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, മൂക്കിൽ ശ്വാസമുള്ള മർത്യനെ വിലമതിപ്പാൻ അവൻ എന്തുള്ളൂ. നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഇവിടെ ഞാൻ വരുമെന്നൊക്കെ ഞാൻ വാക്ക് പറഞ്ഞാൽ എത്തണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. ഭൂമിയിൽ ഒരാളെ പോലും നമ്മളൊരു 100 പേരെ നമ്മൾ ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് വിളിച്ചെന്നിരിക്കട്ടെ, 5 പേരെ ചിലപ്പം വരത്തുള്ളൂ. ബാക്കി 95 പേരും മനഃപൂർവ്വമായിരിക്കണമെന്നില്ല, പല കാരണങ്ങൾ കാണും. പക്ഷെ വരുമെന്നുള്ള ഉറപ്പൊന്നും ഇല്ല. അപ്പം നമ്മളൊരു കൂട്ടായ്മ അറേഞ്ച് ചെയ്തിട്ട് അതിന് ആളുകളെ വിളിച്ചിട്ട് സമയമാകുമ്പം ആളുകൾ ഇല്ലാതെ വരുമ്പം നമ്മുടെ ഹൃദയത്തിൽ ദുഃഖവും നിരാശയും അലട്ടപ്പെടുന്നതെങ്കിൽ വിഷയം എവിടെ പോയെന്നറിയാവോ? നമ്മൾ ലോകരോട് അനുരൂപപ്പെടുന്ന മനസ്സിലേക്ക് പോയി, ലോകത്തിൻ്റെ അംഗീകാരത്തിലേക്ക് പോയി. ദുഃഖമുണ്ട്, നിരാശയല്ല. നമ്മൾ വിളിച്ചൊരു വന്നില്ലല്ലോ എന്ന പ്രയാസം കാണും. പക്ഷെ അതൊരിക്കലും എന്തായി മാറരുത്, നിരാശയായി മാറാൻ പാടില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഞാനിപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരം ഓടിപ്പെടുന്നു, ഇവിടെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പോലും ഇല്ലെന്നിരിക്കട്ടെ, ഈ ശിവബ്രദറും ആ സഹോദരി അവർ വേറെ എവിടെ പോകാൻ, അവർ ഈ വീട്ടിൽ അവർ മാത്രമേ ഉള്ളൂ എന്നിരിക്കട്ടെ, ഞാൻ വരികയും ചെയ്യും. ഇവരുടെ മുഖത്ത് നോക്കി എന്തൊരു വിഷമമായിരിക്കും എന്നറിയോ?
സൈമറിനെ വിളിച്ച് ഇത്രയും ദൂരം വന്നു, ആരും വന്നില്ല. അമ്പിളി സിസ്റ്ററും വന്നില്ല, ആരും വന്നില്ല. എല്ലാവരോടും ഒരുവിധം അമർഷം ഉണ്ടാകും. എല്ലാവരോടും ഒരുവിധം അമർഷം. ഇതാണ് എൻ്റെ സഭക്കാരെന്നോട് കാണിച്ച ചതി, എന്നോട് കാണിച്ച അനീതി. ഞാൻ ഇവർക്ക് വേണ്ടി ഇത്രയെല്ലാം പാടിട്ട് ഇവരെന്നെ നാണം കെടുത്തിയില്ല എന്ന് പറയുന്നൊരു അത് പാടില്ല. അങ്ങനെ ഒരു വികാരം ഉണ്ടായി പോകുന്നെങ്കിൽ നമ്മളിൽ കർത്തൃത്വം നടത്തുന്നത് കർത്താവല്ല, ലോകത്തിന്റെ അധിപതിയാണ്. ഞാൻ അവിടുന്ന് ഓടി വന്നിട്ട് ഇവർ രണ്ടുപേരേ ഉള്ളൂ, ഈ രണ്ടുപേരും ഇവർക്ക് വേണ്ടിയിട്ടാണോ ഇത്ര പാടുപെട്ട് എന്നെ വിളിപ്പിച്ചേ എന്ന വികാരം എൻ്റെ ഉള്ളത്തിൽ കത്തുന്നെങ്കിൽ കർത്തൃത്വം നടത്തുന്നത് ഞാൻ തന്നെ എന്നിലെ. ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പ് പറയാം, കർത്താവ് അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും പൊഴിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആര് പ്ലാൻ ചെയ്തിരിക്കുന്നത്? കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് പല കാര്യങ്ങൾ കർത്താവിനുണ്ടാവും. ആള് കുറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ നിലപാട് എന്താണെന്ന് കർത്താവിന് അറിയണം താല്പര്യമുണ്ട്. നിനക്ക് കർത്താവിൻ്റെ കൂടെ ഇരിക്കാനാണോ നീ ഇഷ്ടപ്പെട്ടത്, അതോ കുറെ ആളിനെ കൂട്ടി അവരുടെ നടുവിൽ ഒരു ഉപദേശിയായിട്ട് നിൽക്കാനാണോ നീ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കൊന്ന് അറിയണം. അതിനുവേണ്ടി ഇന്ന് വരാനുള്ള ഒറ്റ ഒരുത്തരും ഞാൻ അങ്ങോട്ട് വിടുന്നില്ല എന്ന് തീരുമാനം എടുക്കുക. നീ ഹാപ്പി ആകുമോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് കാണണം എന്ന് അപ്പൻ തീരുമാനിച്ചാൽ കുറ്റം പറയാനുണ്ടോ? അങ്ങനെയൊക്കെ കർത്താവിന് പദ്ധതി കാണും. നീ യോനായോട് പോകാൻ പറഞ്ഞിട്ട് യോന ചാടി കയറി പോകാൻ തയ്യാറല്ല, വേറെ വഴിഞ്ഞ വഴിയാ കർത്താവ് അവിടുന്ന് പിടിച്ച് ഒരു അറിയാമല്ലോ, നിനിവേ പട്ടണത്തിൽ പറഞ്ഞു വിട്ടതും അവിടെ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവരുടെ നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്ന പറഞ്ഞ് നശിപ്പിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ യോനായി കരുതുന്നത് പറഞ്ഞ പ്രവചനം തെറ്റിപ്പോയി, ഇവരെ ആരെയും കൊണ്ട് നശിപ്പിച്ചില്ല. അത് കഴിഞ്ഞ് പുള്ളി തിരിച്ചു വരുമ്പോഴാണ് ഒരു ആവണൊക്കെ ഉണ്ട്, അതിൻ്റെ ചോട്ടി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. നേരം എടുത്ത് ആവണൊക്കെ അങ്ങ് പോയി. ഉള്ളതാണേലും എന്തൊരു വെറുപ്പാ. അപ്പം നമ്മൾ ഈ കൂട്ടു സഹോദരങ്ങളെ ആവണക്കായിട്ട് ഒരു കാരണവശാലും കാണരുത്. നമുക്ക് ആർക്കും എടുത്തു കളയാൻ കഴിയാത്തൊരു നല്ല തണലായി കൂടെ നിൽക്കുന്നത് നമ്മുടെ കർത്താവ്. ബാക്കി സകലരും സാഹചര്യങ്ങൾക്കനുസരിച്ച് കർത്താവ് മാറ്റി. കർത്താവ് അറിയാതെ ആരും പോകുന്നില്ല. മുഷിയരുത്. അപ്പൊ ഇത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അപ്പൊ ഈ സമ്പന്നത എന്ന് പറയുന്നൊരു വിഷയമാണ് ഇന്നലെ മുതൽ ഞാൻ ഫേസ്ബുക്കിൽ 2-3 പേർക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിഷയം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാ മഹത്വവും വെടിഞ്ഞു. കർത്താവിന് അവിടെ രാവും പകലും കൂട്ടായ്മ ആചരിക്കാൻ ആളിന് വല്ല കുറവുണ്ടോ? 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മറച്ച്, 2 കൊണ്ട് വായും പൊത്തി നിന്നുകൊണ്ട് ദൈവമേ നീ പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമമില്ലാതെ പറയാൻ അവിടെ ദൂതന്മാർ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെ ഉള്ള ഈ ആളുകളെക്കാട്ടിൽ കൂടുതൽ അവിടെ ദൂതന്മാരുണ്ടാവും. അതൊക്കെ കേട്ടിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് നോക്കി കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ദാവീദിനെയും മറ്റവരെയൊക്കെ അയച്ച പോലെ, ഓരോ ന്യായാധിപന്മാരെയൊക്കെ അയച്ച പോലെ ഓരോരുത്തരെയും ഉപയോഗിച്ച് അവിടെ ഇരുന്നാൽ പോരെ. പക്ഷേ അങ്ങനെയല്ല കർത്താവ് ചെയ്തത്. അതെല്ലാം അങ്ങോട്ട് വിട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി, ഈ താഴോട്ടിറങ്ങി ഏറ്റവും ചെറിയ ഒരുവനായി ഏറ്റവും ദാസനായി ഒരുത്തൻ്റെ വീട്ടിൽ വന്ന് താമസം. എന്നിട്ട് ആളുകളോടൊക്കെ സുവിശേഷം പറഞ്ഞു. ആളൊക്കെ കൂടി അപ്പവും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. കാര്യം അതിൻ്റെ ഗൗരവതയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി. അവസാനം ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു കൂട്ടായ്മ പറഞ്ഞു, കർത്താവ് ഒട്ടും ചെവി കേൾക്കാത്തവനെ അടുക്ക വിളിച്ചിട്ട് അവൻ്റെ ചെവിയൊക്കെ തുറന്നു കൊടുത്തത് ഈ കർത്താവാണ്. അവൻ്റെ ചെവിയൊക്കെ മുതൽ ഭംഗിയായിട്ട് കേൾക്കാം. ആ ചെവിയുമായിട്ട് വന്ന് നിൽക്കിയ വലിയ സമൂഹത്തിൻ്റെ നടുവിൽ. അപ്പോഴാണ് പീലാത്തോസ് ചോദിക്കുന്നത്, ആരെ വേണം, ബറാബാസിനെ വേണോ യേശുവിനെ വേണോ? ഇത് കേൾക്കാൻ ഇവന് ചെവി തുറന്നു കൊടുത്താരാ? യേശു. വാ മൊഴിഞ്ഞ് എന്താ പറഞ്ഞെന്നറിയോ? ബറാബാസിനെ മതിയെന്ന്. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് നിരാശ ഉണ്ടാവുമെന്ന് ആലോചിച്ച്. ഇവൻ ഇത് കേട്ടിട്ടാണല്ലോ ഇവൻ മറുപടി പറഞ്ഞത്. ഇവന് കേൾക്കാൻ ഇത് തുറന്നു കൊടുത്തത് ഞാനാ. അവൻ എന്നെ വേണ്ട, ആരെ മതി? ലോകത്തെ മതി. എന്നിട്ട് കർത്താവിന് എന്ത് നിരാശയായി കാണും അല്ലേ? നിരാശയായോ? ഇല്ലെന്നാ എബ്രായ ലേഖനം 12 പറഞ്ഞിരിക്കുന്നത് അല്ലേ? പാപികളാൽ ഇങ്ങനെയുള്ള അപമാനം ഏറ്റിട്ടും ആ അപമാനം അലക്ഷ്യമാക്കി തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്നാണ് നമ്മളത് വായിക്കുന്നത് അവിടെ. അപ്പം വിഷയം എവിടെയാണെന്നറിയാമോ? കർത്താവ് ഇതെല്ലാം സംഭവിക്കുമ്പോഴും കർത്താവ് നോക്കുന്ന ആരെയാണ്? പിതാവിനെയാണ്. പിതാവേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം, നിൻ്റെ ഇഷ്ടം, നീ അയച്ചു നിൻ്റെ ഇഷ്ടം, നിൻ്റെ ഇഷ്ടം, നിൻ്റെ ഇഷ്ടം. ഇവർ കൂടെ നിന്നാൽ ഓക്കെ, കൂടെ നിന്നില്ലേലും ഓക്കെ, എങ്ങനെയാണെങ്കിലും ഞാൻ ഓക്കെ കർത്താവ്. കാരണം നീ എന്നോടൊപ്പം ഉണ്ടല്ലോ, നിൻ്റെ മഹത്വത്തിൽ ഞാനുണ്ടല്ലോ, നീ എന്നോട് കൂടെ ഉണ്ടല്ലോ. ഇത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളോട് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യം. കണ്ടാലും ലോകാവസാനത്തിലും എല്ലാ നാളും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ഒരു ബോധ്യമുണ്ട്. ഈ വാസ്തവത്തിൽ ഈ ഒരു ബോധ്യമാണ് സമ്പന്നത എന്ന് പറയുന്ന വിഷയം. മനസ്സിലായോ? ഇതാണ് സമ്പന്നത. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പന്നത. സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിതാവ്, വാട്ടന്മാരെയും ക്ഷയമില്ലാത്ത സകല അവകാശങ്ങൾക്കും ഉടയവനായവൻ എൻ്റെ കൂടെയുണ്ട്. സോ ഞാൻ ആരാണ്?
സമ്പന്നനാണ്. അതുകൊണ്ട് ഞാൻ പറയും സമ്പന്നനും ദരിദ്രനും എന്ന വാക്ക് രണ്ട് വാക്കാണ്. ദരിദ്രനുമായിട്ട് ചേർത്ത് വയ്ക്കേണ്ട പദമല്ല സമ്പന്നത. ദരിദ്രൻ്റെ ഓപ്പോസിറ്റ് പദമല്ല സമ്പന്നത. ദരിദ്രൻ്റെ ഓപ്പോസിറ്റ് പദത്തിൽ ഉപയോഗിക്കേണ്ടത് ധനവാൻ. സമ്പന്നതയുടെ ഓപ്പോസിറ്റ് പദത്തിൽ എന്താ ഉപയോഗിക്കേണ്ടത്? അരിഷ്ടത എതിർപദം സമ്പന്നത. അരിഷ്ടത എതിർപദം സമ്പന്നത. ധനം എതിർപദം ദരിദ്ര്യം. കർത്താവ് ദരിദ്രനായത് നമ്മളെ ധനവാനാക്കാനല്ല, കർത്താവ് ദരിദ്രനായത് നമ്മളെ അരിഷ്ടതയിൽ നിന്ന് വിടുവിച്ച് സമ്പന്നരാക്കാൻ. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്നിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ആയുസ്സിൽ മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. കോടീശ്വരന്മാരാണ്, പക്ഷെ നിങ്ങൾ ആരാണ്? അരിഷ്ടന്മാരാണ്. അപ്പോൾ പ്രത്യാശ, ഉയരത്തിലെ പ്രത്യാശ, ഭംഗമില്ലാത്ത പ്രത്യാശ, അത് ഹൃദയത്തിൽ ലഭിക്കുന്നവനാണ് അരിഷ്ടത മാറി സമ്പന്നനായി മാറുക. അപ്പം നമ്മളെ ആരാക്കാനാണ് വന്നേ? സമ്പന്നൻ. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഈ ധൈര്യമുണ്ടോ? ഈ സമ്പന്നത നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ തീമോത്തിയോസിൻ്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ വീണ്ടും വായിക്കുകയാണ്. തീമോത്തിയോസിനോട് പൗലോസ് പറയാണ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ട് ഓടി. ഏത് വിട്ടാണെന്നറിയോ? ഈ ദ്രവ്യാഗ്രഹ ചിന്ത വിട്ട് ഓടിയിട്ട് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായിട്ടാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം അതിനുവേണ്ടി കഴിച്ചിട്ടുണ്ടല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പിന്തിയോസ് പിലാത്തോസിൻ്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അവർത്തിതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവനും ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ഇനി അടുത്ത് തന്നെ പറയുന്നറിയാമോ? ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനമുണ്ടല്ലോ, ആ ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കണം. ആമേൻ. സകലതും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ. പണമല്ല കേട്ടോ. ആ പണത്തിൽ പലരും വ്യാഖ്യാനിക്കുന്നത് ഇഷ്ടംപോലെ അനുഭവിക്കാൻ വേണ്ടി ദൈവം നമുക്ക് ധനം തരുമെന്നാണ്. അല്ല, അല്ലയോ ധനവാനേ, നിശ്ചയമില്ലാത്ത സംഗതിയാണ് നിന്റെ ധനം. നമ്മൾ അനുഭവിക്കുന്നത് എല്ലാം ഉദാരമായി തരുന്ന ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അപ്പം നിന്റെ കയ്യിലെ ധനത്തിന്റെ പ്രത്യേകത അത് നിശ്ചയമില്ലാത്ത ധനമാണ് എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നും ഇല്ലെന്നാണ് മേളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാം ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കാൻ. അപ്പോൾ ധാരാളമായി അനുഭവിക്കാൻ പണത്തിന് കഴിയുമോ? നിശ്ചയമില്ലാത്തതെന്നാണ് അല്ലേ? അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം അവിടെയായിരുന്നു. ധനവും സമ്പന്നതയും ധാരാളമായി അനുഭവിപ്പാൻ തമ്പുരാൻ തരുന്നത് സമ്പന്നത. പണ്ട് ഒരു കർത്തവ്യം നമ്മുടെ ആ ബോട്ട് യാത്രയിലാണെന്ന് മാത്യുബ്രദറാണെന്ന് തോന്നുന്നു പറഞ്ഞേ, സമ്പത്ത് എന്താണ് സമ്പന്നത എന്ന് പറയുന്നത് കല്യാണം എവിടെയോ ഞാൻ കേട്ടു. അവിടെ വെച്ച് തന്നെ സമ്പന്നതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഇതാണ്, നമ്മുടെ ചിലവിന് മുകളിൽ നമ്മുടെ വരുമാനം, അല്ലെങ്കിൽ നമ്മുടെ ചിലവിനെക്കാട്ടിൽ കൂടുതൽ നമുക്ക് വരുമാനമുണ്ടെങ്കിൽ നമ്മളെ ആരായിട്ട് കണക്കാക്കാം? ധനികനായിട്ട് കണക്കാക്കാം. നമ്മുടെ ചിലവിനെക്കാട്ടിൽ കൂടുതലായിരിക്കണം നമ്മുടെ വരുമാനം. അങ്ങനെയാണെങ്കിൽ നമ്മളാരാ? ധനികനാണ്. ധനികനാകാനുള്ള എളുപ്പവഴി, ഒരു കുറുക്കു വഴി പറഞ്ഞു. എന്നാന്നറിയോ? നമ്മുടെ വരവിനെക്കാട്ടി ചെലവ് അങ്ങ് കുറച്ചാൽ, വരവിനെക്കാട്ടി ചെലവ് കുറച്ചാൽ മുമ്പേ പറഞ്ഞ ഫോർമുലയിലെത്തും. ഏതാ? ചെലവിനെക്കാട്ടി കൂടുതൽ വരവുണ്ട്. അപ്പം നമ്മളാരായി? ധനികനായി. അപ്പം നമ്മുടെ ചെലവാണ് നമ്മളെ ആരാക്കി നിർത്തുന്നത്? ദരിദ്രനാക്കി നിർത്തുന്നത്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീനെന്ന് കർത്താവ് പഠിപ്പിച്ച ഉപദേശത്തിൽ നിന്നാൽ നമ്മളും അത്യാവശ്യം ധനികരെന്ന് തന്നെ വിവക്ഷിക്കാം. ആയിക്കൂടെ? നമ്മുടെ വരവിനെ കടിച്ച ചിലവ് കുറച്ച്, പക്ഷെ നമുക്കത് പറ്റുന്നില്ല. നാട് ഓടുമ്പോൾ നമുക്ക് എങ്ങനെ ഓടണം? അതിൻ്റെ ഒത്ത നടുക്കൂടെ തന്നെ നമുക്ക് ഓടണം. എന്നാലേ നമുക്ക് ആരാൻ പറ്റുന്നുള്ളൂ, മാന്യനാവാൻ പറ്റും. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ ആ ലോകത്തോട് ചേർന്ന് നടക്കുന്നതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ആ ദാരിദ്ര്യം. ടാറ്റായി അനുഭവിക്കുന്നുണ്ട്, ബിർള അനുഭവിക്കുന്നുണ്ട്, ഗോയങ്ക അനുഭവിക്കുന്നുണ്ട്, ഇന്ത്യ മഹാരാജ്യം അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിന് എത്ര കോടി രൂപയുടെ കടമുണ്ടെന്ന് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. കേരളം മുഴുവൻ കടത്തിലാന്ന്. ഇപ്പോൾ കയറിയപ്പോൾ തന്നെ സംഘടിച്ചിട്ട് പറഞ്ഞതെന്നറിയോ? അയ്യോ ഭയങ്കര സാമ്പത്തിക ബാധ്യതയില്ല, മുഴുവൻ കടത്തിലായിട്ടും KSRTC നിങ്ങൾക്ക് വേണ്ടി സൗജന്യമായി ഓടിപ്പിക്കുന്നത് തന്നെ ഒരു വലിയ കൃപയായിട്ട് കൺട്രോളൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ രാഷ്ട്രീയമല്ല നമ്മുടെ വിഷയം. എല്ലാവരും കടത്തിലാന്ന്. വരുമാനത്തെക്കാട്ടി കൂടുതൽ എല്ലാവർക്കും എന്തുണ്ട്? ചിലവാണ്. അപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ വീട്ടിലെ കാര്യം പറയണോ?
പക്ഷേ നമ്മളോട് കർത്താവ് പറഞ്ഞ ഉപദേശം നമ്മളൊന്ന് സ്വീകരിച്ചാൽ ഈ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ധനവാനാകാം. നമ്മുടെ ചിലവൊന്ന് കുറച്ചാൽ മതി. നമ്മുടെ ഉണ്ണാൻ ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? അതുപോട്ടെ. അപ്പം ഇവിടെ പറയുക, നിശ്ചയമില്ലാത്ത ധനത്തിലെല്ലാം സകലതും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. എന്തിനെ സമ്പന്നതയ്ക്കേണ്ടിയ? സൽപ്രവർത്തികളിൽ സമ്പന്നരാകേണ്ടതിന്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമുക്ക് ദൈവവിഷയമായ സമ്പന്നത പ്രാപിക്കണം, പിന്നെ സൽപ്രവർത്തികളിൽ സമ്പന്നത. അതാണ് കൊരിന്ത്യർക്ക് 2 കൊരിന്ത്യർ ലേഖനം 8 ആദ്യം വായിച്ചത്. മക്കെദോനിയ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ എന്ന് പറഞ്ഞാൽ അവർ ദാരിദ്ര്യത്തിലായിട്ടും അവർ സൽപ്രവർത്തികളിൽ സമ്പന്നരായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മളെ ആരാക്കാനാണ് കർത്താവ് വന്നേ? സമ്പന്നരാക്കാൻ. നമ്മൾ സമ്പന്നരായോ? ഒന്നുകൂടെ പറഞ്ഞ്, സമ്പന്നരായോ? മുമ്പേ ഇരുന്നപോലെ വീണ്ടും മൗനമായിട്ടിരിക്കണോ? സമ്പന്നരായോ? ആകാൻ സാധ്യതയുണ്ടോ? അയ്യോ, നമ്മളെ സമ്പന്നനാക്കാനാണ് വന്നത്. നമുക്ക് സമ്പന്നനായേ പറ്റൂ. നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന ലോകത്തിലെ ധനമേ അല്ല. അതുകൊണ്ട് ആ വഴിക്കല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് സമ്പന്നനാകണം. ഏതൊക്കെ വിഷയത്തിൽ? ദൈവ വിഷയമായി സമ്പന്നതരാണ് വന്നത്. അതൊരു കള്ളനും എന്നിൽ നിന്ന് മോട്ടിക്കാൻ പറ്റത്തില്ല. അതെന്നെ ഒറ്റപ്പെടുത്തിയാലും അതെൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാതായി പോകത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകത്തിന് എടുത്തു കളയാൻ കഴിയുന്നതല്ല. നമുക്കൊരു 1-2 വാക്യം കൂടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യം വേഗത്തിൽ വെച്ചു. ഈ സമ്പന്നതയും ധനവാനും തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മളിത് തിരിച്ചറിയണം. ഈ വാക്യം പലരും പറഞ്ഞ് നമ്മളെ ചിലപ്പം ഒരു പക്ഷെങ്കിൽ കൺഫ്യൂഷനാക്കാം. അവൻ ദരിദ്രനായത് നമ്മളെ സമ്പന്നനാക്കുക, എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ദാരിദ്ര്യം ഒഴിയുന്നില്ല, ഞാൻ ഇപ്പോഴും ഞെരുക്കത്തിലാണ്, കടത്തിലാണ്, ബാധ്യതയിലാണല്ലോ എന്നോർത്ത് നിരാശപ്പെടുന്നുണ്ടെങ്കിൽ ആ ധാരണ മാറ്റിക്കൊള്ളൂ. ധനവാനും സമ്പന്നനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ പറയുന്നത്. വായിച്ചു. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുള്ളനും നഗ്നനുമെന്ന് അറിയാതിരിക്കുക. അപ്പോൾ ഒരുത്തൻ പറയുക, ഒരു സഭ പറയുക, ഇഷ്ടംപോലെ പണമുണ്ട്, എനിക്ക് പണം ഉണ്ടെന്ന് കണ്ടിട്ട് ഇവനെങ്ങ് പറയാം ഞാൻ സമ്പന്നനാണ്, ഞാൻ ധനികനാണ്, ഞാൻ ധനികനും ഞാൻ സമ്പന്നനും. എടാ, നീ അവിടെ നിർത്ത്. നീ ധനികനെന്നുള്ളത് ശരി, പക്ഷെ നീ സമ്പന്നനല്ല, നീ അരിഷ്ടനാ. വായിച്ചേ. ഞാൻ ധനികനാണ്, ഞാൻ ഒരുപാട് സമ്പാദിച്ചു, എനിക്കൊന്നിനും കുറവില്ലെന്ന് നീ പറയുന്നു. എന്നാൽ നീ കഷ്ടതയിലാണെന്നും നിന്റെ അവസ്ഥ ദയനീയമാണെന്നും നീ ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്നും നീ അറിയുന്നില്ല. അടുത്തത്, അതുകൊണ്ട് നീ സമ്പന്നനായി തീരാൻ നീ ധനവാനാകാനല്ല പറഞ്ഞു. നീ ധനവാൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ എൻ്റെ നോട്ടത്തിൽ നീ ഇപ്പോഴും ദരിദ്രനാണ്. ആമേൻ. കാരണം നിനക്ക് കിട്ടുന്ന നോട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, തികയുന്നില്ല. പക്ഷെ നീ സമ്പന്നനാകണം. നീ സമ്പന്നനാകേണ്ടതിൻ്റെ നിന്റെ കണ്ണിലെഴുതാൻ ലേപം എന്നോട് വിലയ്ക്കു വാങ്ങ്. അങ്ങനെയല്ലേ ഉപദേശം? അതുകൊണ്ട് നീ സമ്പന്നനായി തീരാൻ തീയിൽ ശുദ്ധീകരിച്ച സ്വർണവും നിന്റെ നഗ്നത മറ്റുള്ളവർ കാണാതെ നിന്റെ നാണം മറയ്ക്കാൻ വെള്ളവസ്ത്രവും നിനക്ക് കാഴ്ച ലഭിക്കാൻ കണ്ണിലെഴുതാനുള്ള ലേപവും എന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാൻ ഞാൻ എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണ് ഒന്ന് തുറക്കുന്നേ ഉള്ളൂ പ്രശ്നം. കണ്ണ് തുറന്നാലും കാര്യങ്ങൾ മനസ്സിലാക്കും. നഗ്നനാണെന്ന് കണ്ണൊന്ന് തുറന്നു കഴിഞ്ഞാൽ അയ്യോ കോടീശ്വരനാ, പക്ഷേ ദൈവ വിഷയമായി ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഒരു സൽപ്രവൃത്തിയും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഈ നിമിഷം വരെ. സോ ഒന്നുമില്ലാത്ത ഞാൻ ആരെ പോലെ ഇരിക്കുന്നു, നഗ്നനായിട്ടിരിക്കുന്നു. ഈ കണ്ണൊന്ന് തുറന്ന് കിട്ടിയെങ്കിൽ മതി. ഈ കണ്ണ് നമുക്കും തുറക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ കണ്ണ് തുറന്നു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. എനിക്ക് സാമ്പത്തികമായിട്ട് ഭദ്രതയൊന്നും പറയാനായിട്ടില്ലെങ്കിലും ദൈവ വിഷയമായ കാര്യത്തിൽ ഒരാളുമായി സംസാരിച്ചാൽ കൃത്യതയുള്ള ദൈവവചനം പറയാൻ, അവരുടെ മുമ്പിൽ ആ വചനം വ്യക്തമായി വെളിപ്പെടുത്താനുള്ള ഒരു പരിജ്ഞാനം സ്വർഗത്തിലെ ദൈവം എൻ്റെ മേൽ പകർന്നെങ്കിൽ ദൈവ വിഷയമായി ഞാൻ സമ്പന്നനാണ്. ഞാൻ ഒന്നുമില്ല, ദാരിദ്ര്യത്തിലാണെങ്കിലും ശരി, ചിലരുടെ ബുദ്ധിമുട്ടുകളിൽ അവനെ സഹായിക്കാൻ തക്ക സൽപ്രവർത്തികളിൽ ഏർപ്പെടാൻ തക്കവണ്ണം എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ സമ്പന്നനാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളുടെ നാട്ടില് ഈ കിടപ്പ് രോഗികളുണ്ട്. ഞാൻ അവരെ സൂക്ഷിക്കുന്ന ഒരു ജോലിയോടെ ചെയ്ത് വരാറുണ്ട്. അപ്പോൾ മോനും മരുമോളും ഡോക്ടറാണ്, പിന്നെ മകളും മരുമോനും ഉണ്ട്, 2 എഞ്ചിനീയർ. എല്ലാവരും വിദേശത്ത് നല്ല ജോലി, കർത്താവിൻ്റെ വിശ്വാസികളാണ്. അവർ നല്ല രീതിയിൽ കർത്താവിന് വേണ്ടി വില ചെയ്യുന്നവരും കർത്താവിന് വേണ്ടി ചെലവിടുന്നവരും ഒക്കെയാണ്. പക്ഷേ വീട്ടിലുള്ള ഈ അപ്പച്ചനും അമ്മച്ചിയും വയ്യാടുക, നോക്കാൻ ആരുമില്ല. അതും ഒരു മുട്ടൻ ചർച്ചിൻ്റെ തൊട്ടുവാതിക്കലാണ് താമസിക്കുന്നത്. അതായത് ഇവരുടെ ചർച്ചും
ഇവരും കൂടി ഒരുമിച്ച് സ്ഥലം മേടിച്ചിട്ട് ഒരു ഭാഗത്ത് വലിയൊരു ചർച്ച്, അതിനകത്ത് മുഴുവൻ ഈ പറഞ്ഞ പോലെ സമ്പത്തിയുള്ളവർ കോടീശ്വരന്മാരാണ്. അതിൻ്റെ തൊട്ട് വാതിക്കലാണ് ഈ അപ്പച്ചനും അമ്മച്ചിയും. അതിനോട് ചേർന്ന് വീടും വെച്ച് അവരും താമസിക്കും. അത്യാവശ്യം ഭദ്രതയുള്ള കുടുംബം, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാ സാമ്പത്തികമുണ്ട്. പക്ഷേ ഈ അപ്പച്ചനോ അമ്മച്ചിക്കോ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് പിടിക്കാൻ, അവരെ ഒന്ന് എടുക്കാൻ, ആ അപ്പച്ചനെ കുളിപ്പിക്കണമെങ്കിൽ വലിയ പാടാണ്. ഒറ്റക്കിടപ്പാണ്. ഹോം നേഴ്സുണ്ട്, വീട്ടിൽ വേല ചെയ്യുന്ന ജോലിക്കാരിയുണ്ട്. പക്ഷേ ഈ പെണ്ണുങ്ങൾ രണ്ടുപേരും വിചാരിച്ചാലൊന്നും ഈ അപ്പച്ചനെ എടുത്ത് വീൽ ചെയറെ ഇരുത്തി വെളിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ കിടക്കുന്ന കിടപ്പിലുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എടുത്ത് ഈ അപ്പച്ചന് ഒരു ശകലം പോലും ബെൻഡാകത്തില്ല. ഇങ്ങനെ മരം പോലെ ശരീരം മുഴുവൻ സ്റ്റിഫായിട്ട് നിൽക്കുക. അതേപോലെ കൈ താങ്ങിയെടുക്കണം. നല്ല ആരോഗ്യമുള്ള ആളുകൾ വേണം. ഈ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും മീറ്റിങ്ങിലും ഒക്കെ നൂറുകണക്കിന് സഹോദരന്മാർ കാറിൽ ഇതിൻ്റെ വാതിൽക്കൽ കൂടാണ് ചർച്ചിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഇതുവഴി തന്നെയാണ് ഈ സഹോദരങ്ങൾ, ഇവരുടെ കൂട്ടു സഹോദരനാണ്, ഇവരുടെ ചർച്ചിലെ കൂട്ടു സഹോദരങ്ങളാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ എപ്പോൾ കുളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിപ്പിക്കും. ഞാൻ ഓടിച്ചെല്ലും, എൻ്റെ പണിയും കളഞ്ഞിട്ട് ഓടിച്ചെല്ലും. നമുക്ക് മടിയുണ്ടായിട്ടല്ല, സന്തോഷമേ ഉള്ളൂ. ആ കാര്യങ്ങളല്ലേ. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, അപ്പോൾ 2 ദിവസമായി കുളിപ്പിച്ചിട്ട് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ ഞാനുള്ളപ്പോഴേ കുളിപ്പിക്കാൻ നടക്കത്തുള്ളൂ. അപ്പം ചോദിച്ചു, ഇന്നലെ വെള്ളിയാഴ്ച ഇവർ സഹോദരന്മാരെല്ലാവരും ഉണ്ടായിരുന്നു, അവരിൽ ആരെങ്കിലും ഒരാളെ ഒന്ന് വിളിച്ച് ഒന്ന് സഹായിക്കും. അവരെ ഒന്നും വിളിച്ചാൽ അവരാരും വരത്തില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ അവരെക്കാൾ സമ്പന്നനാണ്. പിടി കിട്ടിയോ? ഞാൻ അവരെക്കാൾ സൽപ്രവർത്തികളിൽ സമ്പന്നൻ. പുകഴ്ച പറയാനല്ല, കർത്താവ് നമുക്ക് ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ തരും. നീയാണ് സമ്പന്നൻ, നിന്നെ കൊണ്ടേ അത് നടക്കൂ എന്ന് ഇവർക്കറിയാം. അവരെ കൊണ്ടത് നടക്കത്തില്ല, കാരണം അവർ സൽപ്രവർത്തികളിൽ ദരിദ്രരാ. പണം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഒരാളെ സഹായിക്കാൻ അല്ലേ, മനസ്സിലാകുന്നുണ്ടോ? വഴിയിൽ വണ്ടി ഇടിച്ച് കിടക്കുന്ന രംഗങ്ങളൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരാൾ കിടന്നിട്ടുണ്ടെങ്കിൽ ആ ആളിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ വഴിയെ വല്ല ദരിദ്രന്മാരും വരണം. ഒരാൾ വണ്ടി ഇടിച്ച് കിടന്നല്ല, എനിക്ക് അനുഭവം ഉണ്ടെന്ന് പിടിച്ച് എൻ്റെ കൂടെ ഇവനെ ഒന്ന് പിടിച്ചിട്ട് ദേഹം മുഴുവൻ ചോരയാണ്. എടുത്ത് ഒരു ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി വലിയ കാറുകൾക്കൊന്നും കൈ കാണിച്ചാൽ നിർത്തത്തില്ല. വല്ല പാവം പിടിച്ച ഓട്ടോക്കാരും കൊണ്ട് നിർത്തിയെങ്കിലേ ഉള്ളൂ. ഇനി 2, ഈ ആളിനെ ഒന്ന് പിടിക്കാൻ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആ നാട്ടിലെ ഏതെങ്കിലും ലോക്കൽ പുള്ളികൾ വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ബാക്കി അയ്യോ കഷ്ടമായി, എന്ത് ബ്രദറെ എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മട്ടം മാറി ഇന്ന് കാഴ്ച കാണാൻ ഇഷ്ടം പോലുണ്ട്. പക്ഷെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സാധാരണക്കാരനെയാണ് ഞാൻ തിരയുന്ന ഈ കൂട്ടത്തിൽ. തടിമാടന്മാരായിട്ടുള്ള ആളുകൾ വട്ടം വന്ന് നിൽപ്പുണ്ട്, പക്ഷേ ഇതൊന്നും പിടിക്കാൻ പറ്റില്ല. ഞാൻ തിരയുന്നത് ആരെയാണെന്നറിയാമോ? ഇക്കാര്യം ചെയ്യാൻ തക്കവണ്ണം സമ്പന്നതയുള്ള ആളുകളെ തിരയുക. എല്ലാവരിലും അതില്ല. അപ്പോൾ സൽപ്രവർത്തികളിൽ സമ്പന്നനാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. എങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും ക്രിസ്തുവിൻ്റെ വരവും എനിക്ക് ഗുണം ചെയ്യുന്നുള്ളൂ. എന്നെ പണക്കാരനാക്കാനല്ല, സമ്പന്നനാക്കാനാണ് കർത്താവ് വരുന്നത്. അവൻ ദരിദ്രനായത് എന്നെ സമ്പന്നനാക്കാനായിട്ടാണ്. ആ കൃപ ഞാൻ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ യേശു എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ യേശുവിൻ്റെ ഒപ്പമാണ് എന്ന് ഉറപ്പ് വരുത്തുന്നത് ഈ വിഷയങ്ങളിൽ. ഞാൻ പ്രസംഗിക്കുന്നിടത്ത് ആൾ കൂടുന്നതല്ല, ഞാൻ നടത്തുന്ന കൂട്ടായ്മയിൽ ആൾബാഹുല്യം ഉണ്ടാകുന്നിടത്തല്ല, മറിച്ച് വിശ്വാസത്തിലെ സമ്പന്നത, ദൈവവിഷയമായ സമ്പന്നത, സൽപ്രവർത്തികളിലെ സമ്പന്നത, ഇത് ഈ കർത്താവിനോടൊപ്പം നടന്നിട്ട് എനിക്ക് പ്രാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? സ്നേഹത്തിൻ്റെ സമ്പന്നത, നമ്മൾ ശശിമാമൻ കേട്ടു, സ്നേഹത്തിൻ്റെ സമ്പന്നത, ഇത് എൻ്റെ ഉള്ളത്തിൽ എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഈ സമ്പന്നത, അങ്ങനെ സമ്പന്നരായി മാറാനാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത്. ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം 12. 1 കൊരിന്ത്യർ ലേഖനം 1-6 പെട്ടെന്ന് വായിച്ചു. നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ കാത്തിരിക്കുന്നു. കാരണം എല്ലാ കാര്യങ്ങളിലും, അതായത് ദൈവവചനം ഘോഷിക്കുന്ന കാര്യത്തിലും പരിജ്ഞാനത്തിന്റെ കാര്യത്തിലും നിങ്ങൾ യേശുക്രിസ്തുവിൽ സമ്പന്നരാണ്.
മനസ്സിലായി. ദൈവവചന സംബന്ധമായ സമ്പന്നത പ്രാപിക്കേണ്ടതിനായിട്ടാണ്, ദൈവവിഷയമായ സമ്പന്നത പ്രാപിക്കേണ്ടതിനായിട്ടാണ് നമ്മുടെ കർത്താവ് വന്നത്. അങ്ങനെയാണെങ്കിൽ ആ ദൈവവചന സംബന്ധമായ സമ്പന്നത നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മളൊരു കൃപാവരത്തിലും കുറവുള്ളവ അല്ല. അങ്ങനെയാണ് വാക്യം എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും. ക്രിസ്തുവിനെ കുറിച്ച് കേട്ട കാര്യങ്ങൾ നിങ്ങളിൽ നന്നായി വേരൂന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിനും കുറവില്ല. മനസ്സിലായോ? അപ്പം ഇതാണ് അനുഗ്രഹം. അപ്പോൾ ദൈവം നമ്മളെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം. വീണ്ടും ഞാൻ ചോദിക്കുന്നു, നമ്മുടെ കർത്താവ് ദരിദ്രനായി തീർന്നത് കൃപയാണ്. അവൻ ദരിദ്രനായി തീർന്ന കൃപയെന്ന് പറയുന്നത് നമ്മളെ സമ്പന്നരാക്കേണ്ടതിനായിട്ടാണ്. നിങ്ങൾ സമ്പന്നരായോ എന്ന ചോദ്യം ഇനി വരുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയണം, ഞങ്ങൾ സമ്പന്നരായി. മനസ്സിലാകുന്നുണ്ടോ? ഏതൊക്കെ വിഷയങ്ങളിലാണെന്ന് മനസ്സിലായല്ലോ? ആ വിഷയങ്ങളിൽ ഇനിയൊരു ചോദ്യം വന്നാൽ ഉത്തരം പറയാൻ കഴിയാതെ മൗനമായിട്ടിരിക്കുന്ന രംഗം ഉണ്ടാകരുത്. നിങ്ങൾ 5-6 പേരേ ഉള്ളൂ. നിങ്ങൾ അത്രയും പേരും കൃത്യമായി ഉത്തരം തരുന്നവരാണെങ്കിൽ ഈ ദേശത്ത് ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടം വേറെ ഉണ്ടാവില്ല. വലിയ വലിയ കൂട്ടങ്ങളിൽ ചെന്നാൽ കിട്ടാത്തൊരു മറുപടിയായിരിക്കും ഈ മറുപടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്ത് പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാനും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ ഇടയ്ക്ക് ഒന്ന് പോകേണ്ടി വന്നു. എനിക്കത് ഇഷ്ടമുണ്ടായിട്ടല്ല. അതിൻ്റെ പ്രസംഗം അങ്ങനെ ഞാൻ മിസ് ചെയ്ത് പോകാറില്ല. പക്ഷേ ഇന്ന് ചില ക്രമീകരണങ്ങൾ ഞാൻ തന്നെ പോകേണ്ടി വന്നു. അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ തിരിച്ചു വന്നപ്പോൾ കേട്ട കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിന് ആശ്വാസമായ കാര്യങ്ങളാണ്. ആവണക്ക് നിമിത്തം നീ മുഷിയരുത്, ആവണക്കിൻ്റെ തണലിൽ നീ നിന്നെ തന്നെ മറന്നുകയും ചെയ്യരുത്, ആവണക്കിനെ ആവശ്യമില്ലാതെ ആശ്രയിക്കുകയും ചെയ്യരുത്. ആവണക്ക് ഏത് നേരവും പട്ടുപോകാവുന്ന ആവണക്കിലൊക്കെ ആശ്രയം വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പരാതി പറയുന്നത്. അതെങ്ങനെ പോട്ടെ. ബ്രദറിനെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഇവിടെ വരുമ്പോൾ ആളില്ലെങ്കിലും ബ്രദർ എന്നെ ഒന്നും പറയത്തില്ലെന്ന് മാത്രമല്ല, ബ്രദറിൻ്റെ മനസ്സിലൊന്നും തോന്നത്തുമില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ബ്രദർ വരുമ്പോൾ ഇപ്പോൾ മീറ്റിങ്ങിന് ആരും ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ ഞാനും ബ്രദറും കൂടി കഴിക്കും, കുറച്ചു നേരം പ്രാർത്ഥിക്കും, സംസാരിക്കും, വരും. ആ ഒരു സന്തോഷം നമുക്കുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോഴും അങ്ങനെ. ഞാൻ ബ്രദറിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുകയായിരുന്നു. ഒരുപാട് മീറ്റിങ്ങുകളിൽ ഞാൻ സഹോദരനോടൊപ്പം പോയിട്ടുണ്ട്. ചില മീറ്റിങ്ങുകളിലൊക്കെ ഭയങ്കര ആളായിരിക്കും. ഒരു ദിവസം നിങ്ങളെല്ലാവരുമൊക്കെ മേടിച്ച് വീട്ടിൽ കഞ്ഞിയൊക്കെ വയ്ക്കുന്ന ഒരു അരിക്കമ്പനിയിലായിരുന്നു ബ്രദറിൻ്റെ മീറ്റിംഗ്. അരിക്കമ്പനി. അരിയുടെ പേരെന്താണ് ബ്രദറെ? നിർമ്മൽ കുത്തരി. ആലുവയിൽ നിർമ്മൽ കുത്തരി കമ്പനിയിലായിരുന്നു ബ്രദറിൻ്റെ മീറ്റിംഗ്. അതിൻ്റെ മാനേജരായിരുന്നു എന്നെയല്ല ബ്രദറിനെ വിളിച്ചത്. പോയപ്പോൾ ബ്രദർ എന്നെയും കൂടെ വിളിച്ചു. ഞാനും കൂടി അവിടെ പോയി. മാനേജർ വെച്ചേക്കുന്ന മീറ്റിംഗ് തന്നെ ആയതുകൊണ്ട് തന്നെ ബ്രദറിൻ്റെയൊക്കെ രാജകീയമായ സ്വീകരണമായിരുന്നു. കൂട്ടത്തിൽ എനിക്കും അത് കിട്ടി. ബ്രദർ എന്താ മീറ്റിംഗ് പ്രസംഗം. എനിക്ക് തോന്നുന്നു 100-150 ആൾക്കാരുണ്ടായിരുന്നു. ഈ 150 ആൾക്കാർക്കും അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു അല്ലേ. അതെല്ലാം അവിടുത്തെ ചില ഭയങ്കര ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ട്രെയിനെല്ലാം പോയി. രാവിലെ ട്രെയിനുള്ളൂ. ഞാനും ബ്രദറും കൂടി ഒരു തീരുമാനം എടുത്തു, എന്തായാലും ഇവിടെ മീറ്റിങ്ങിന് വന്നതല്ലേ, തിരിച്ച് ട്രെയിനൊന്നുമില്ല, വെളുക്കുന്നേരം നമുക്ക് സിമൻറ്റ് വെച്ച് കിടക്കാം. ഒരു ബെഡ്ഷീറ്റ് പോലും നമ്മളെ ഇല്ല, മഞ്ഞും തണുപ്പൊക്കെയുള്ള സമയമുണ്ട്. എന്തായാലും സിമൻറ്റ് വെച്ച് കിടന്ന് നേരം വെളുപ്പിക്കാമെന്ന് പറഞ്ഞ് ഞാനും ബ്രദറും ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു വലിയ കാറ്, മീറ്റിംഗ് കഴിഞ്ഞ് പോയ കാറാണ്, അത് തിരിച്ചു വന്നിട്ട് സൗരം പറഞ്ഞ് ഞാൻ ഈ വണ്ടി ഓടിച്ച് കുറേ ദൂരം അങ്ങ് പോയതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ദൈവാത്മാവ് ഇടപെട്ടു, ഈ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളെ കാണാൻ, ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യാനുള്ള. ഇനിയിപ്പോൾ ആ ആളിൻ്റെ രൂപമൊന്നും എനിക്ക് ഓർമ്മയില്ല. അതെ ബ്രദറിൻ്റെ ഓർമ്മയാണ്. ആ വീട് ആ രാത്രിയിൽ ആ കാറിൽ ഞങ്ങളെ കയറ്റി ആ വീട്ടിലെത്തുമ്പോൾ ഏതാണ്ട് 1 മണിയൊക്കെ ആയിക്കാണും, 12-1 മണിയൊക്കെ ആയിക്കാണും. അപ്പോൾ ഒരു പാവ സൗകരി 10-25-30 വയസ്സിനകത്തൊക്കെ കാണും ആ സൗകര്യക്ക്. അന്ന് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ആ സൗകരി ചൂട് ഭക്ഷണം ഉണ്ടാക്കി നമ്മളെ കാത്തിരിക്കുകയാണ്. അത് പോട്ടെ, 2-3 വയസ്സുള്ളൊരു പെൺകൊച്ച് അല്ലേ, ഒരു പൊടി കൊച്ചു പറയണം, അത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. 2
ദൈവാസന്മാർ വരുമെന്ന് പറഞ്ഞ് കണ്ടിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. തമിഴ് ചെന്നപ്പോൾ ബ്രദർ കുളിക്കാൻ ചൂടുവെള്ളം വേണം, പച്ചവെള്ളം വേണം, എല്ലാ സൗകര്യങ്ങളും ചെയ്തു. പിറ്റേന്ന് രാവിലെ തൃശ്ശൂരാണ് വീട്. എനിക്കിപ്പോൾ അത് എവിടെയൊന്നും അറിയത്തില്ല, അതിനറിയാൻ പറ്റുന്ന സ്ഥലമൊക്കെ. ഞാനൊരു സ്വപ്നം പോലെയാണ് അത് ഓർമ്മിക്കുന്നത്. രാത്രി നമ്മളെ കൊണ്ടുപോകുന്നു, ഈ ഭക്ഷണം തരുന്നു, അവിടെ കിടത്തുന്നു. പിറ്റേന്ന് രാവിലെ തൃശ്ശൂർ മുതൽ ആ കാറിൽ എന്നെ കിളിമാനൂർ എന്ന് പറഞ്ഞു. ആ സൗകര്യം ഇങ്ങോട്ട് പോകണമായിരുന്നു പറശ്ശാലിൽ, അവിടെ കൊണ്ടുവന്ന് ഇറക്കി. തിരുവനന്തപുരത്ത് പോകണമായിരുന്നു, എസ്റ്റേറ്റിൽ പോകണമായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി. പിന്നെ ആ സൗകര്യം കണ്ടു. ഞാൻ പറഞ്ഞത്, മീറ്റിംഗ് ചെറുതായാലും വലുതായാലും ക്ഷയപത്രം അതൊരുപോലെ തന്നെ എടുക്കും. അതൊക്കെ നമ്മുടെ കർത്താവിൻ്റെ വേലയിൽ പരിശീലിക്കേണ്ട കാര്യങ്ങളാണ്. ആളിൻ്റെ എണ്ണം ഒന്നും ഒരു വിഷയമല്ല. നേരത്തെ കേട്ടല്ലോ, സമ്പന്നത അതിലൊന്നുമല്ല. ഇവിടെ എത്ര പേരുണ്ടായിരുന്നു ഇവിടെ മീറ്റിങ്ങിന്? 500 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തോന്നും സമ്പന്നമായ മീറ്റിംഗ്. അവസാനം കേൾപ്പിച്ച കാര്യങ്ങൾ കേട്ടല്ലോ. ഞാൻ സാക്ഷിയാണ് പറയുന്നത്. എനിക്കൊരു നമ്മളെ ദാരിദ്ര്യം പിടിക്കും. നമ്മളൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ബ്രദർ എന്തേലും വന്നു, ഞാൻ റോൾസ് റോയ്സിലാണ് വന്നത്, അല്ലെങ്കിൽ വലിയ ബെൻസിലാണ് വന്നതെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ശശിയാണ് ചോദിക്കും, ഷിബൂർ രണ്ടുപേരും വന്നു. ആദ്യം ഷൈൻ ബ്രദറിനോട് ചോദിച്ചു, ബ്രദർ എങ്ങനെ വന്നു? ഞാൻ ബെൻസിലാണ് വന്നത്, 50 ലക്ഷം രൂപയുടെ. അപ്പോൾ അതേ ശശിയാണ് തന്നെ എന്നോട് ചോദിക്കും, ഷിബൂർ എങ്ങനെ വന്നു? അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ ഓട്ടോറിക്ഷയിലാണ് വന്നത്. അത് പറയുമ്പോൾ നമ്മുടെ മനസ്സെങ്ങനെ ഇരിക്കും അല്ലേ? ഭയങ്കര ചീടുകാരിയായി. അവർ പഴയ ആട്ടോയിലാണ് വന്നത്. അതുപോലെ മീറ്റിംഗ്, ഞങ്ങളെന്നൊരു മീറ്റിങ്ങിന് അവിടെ 10,000 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്കും ഇന്നൊരു മീറ്റിംഗ് എത്ര പേരുണ്ടായിരുന്നു? 7 പേരുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഇരിക്കും അത് പറയണത്, ഇങ്ങനെയൊക്കെ ഇരിക്കല്ലേ. പക്ഷേ അതല്ല. മീറ്റിങ്ങിൻ്റെ സമ്പന്നത പറഞ്ഞല്ലോ. ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിലും ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്കും നമ്മൾ 5-6 പേർ ഇറങ്ങിപ്പോയെങ്കിൽ ആ മീറ്റിംഗാണ് ഏറ്റവും സമ്പന്നമായ മീറ്റിംഗ്. അങ്ങനത്തെ മീറ്റിംഗാണ് ദൈവം നമുക്ക് തന്ന. നമ്മൾ ഭാഗ്യമുള്ളവരാണ്. നമുക്ക് എഴുന്നേറ്റിരിക്കാം, പ്രാർത്ഥിക്കാം, മീറ്റിംഗ് ക്ലോസ് ചെയ്യാം. കർത്താവേ, ദൈവമേ നന്ദി. കർത്താവേ, പിതാവേ, ഇത്രയും സമയം കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങളിലൂടെ കർത്താവേ, അങ്ങയുടെ ആലോചന കേട്ടുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലായിരുന്നു കർത്താവേ. നല്ല പകൽക്കാലത്തിനായിട്ട് നന്ദി കർത്താവേ. അവിടുത്തെ ദാസന്മാരെ ഞങ്ങളുടെ മധ്യത്തിൽ കൂട്ടിവരുത്തി അവരിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കർത്താവേ. ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്ന വചനം അവിടെ തന്നു. പലപ്പോഴും ഞങ്ങൾ ആവണക്കിൻ്റെ തണലിൽ ആശ്രയിക്കുന്നു കർത്താവേ. ആവണക്ക് പട്ടുപോകുമ്പോൾ ഞങ്ങൾ പരാതിപ്പെടുന്നു കർത്താവേ. ദൈവമേ, ആവണക്കിനെ ഉണ്ടാക്കിയ ദൈവത്തെക്കാൾ വലുതായിട്ട് ആവണക്കിനെ ഞങ്ങൾ സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു കർത്താവേ. അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയ പരാജയങ്ങളായി മാറിപ്പോകുന്നു. ഇന്ന് പകൽക്കാലം അവിടുന്ന് വ്യക്തമായിട്ട് സംസാരിച്ചു. ഈ കേട്ട ആലോചന പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി, ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ച്, ഏറ്റുപറയേണ്ട കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ്, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ശക്തമായിട്ട് മുന്നേറുവാൻ നിങ്ങൾ ഓരോരുത്തരെയും അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദാസന്മാരെ ഇനിയും കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. അവരെ പലയിടങ്ങളിൽ കർത്താവേ, ഒത്തിരി ആൾക്കാർക്ക് കർത്താവേ അങ്ങയുടെ വചനത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വളരുവാൻ ഒരു മുഖാന്തരമാകട്ടെ കർത്താവേ. അങ്ങയുടെ കരത്തിലെ ദൈവമേ ഹാലയിലെ ഇണങ്ങിയ ആയുധങ്ങളായിട്ട് ഈ ദാസന്മാർ കർത്താവെ ആയിത്തീരട്ടെ. ഒരുമിച്ച് അങ്ങയുടെ വേല ചെയ്യാൻ അവിടെ നിന്നെയും സഹായിക്കണമേ കർത്താവെ. നിരാശ വേണ്ട കർത്താവെ. അപ്പാ, ഞങ്ങൾക്ക് വേദന വേണ്ട, ദരിദ്രരാണെന്നുള്ള ചിന്ത വേണ്ട, ഒരു ലജ്ജയും വേണ്ട കർത്താവേ. അവിടുത്തെ ഞങ്ങളോടൊപ്പം ഉണ്ട് കർത്താവേ. ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് എന്ത് പാൽക്കാരും ഒരു പ്രാവശ്യം ഉറപ്പ് കിട്ടി കർത്താവേ. അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. കരങ്ങളുടെ ഗീതാഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഇത്രത്തോളം നമ്മളെ സഹായിച്ച ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവേ, നന്ദി പിതാവേ, സ്തോത്രം.